പ്രിയമുള്ളവരെ, പാവറട്ടിയിൽ നിന്നും കാറ്റാടി മലയിലേക്ക് പാവറട്ടി അഗതികളുടെ അമ്മ വീടിൻ്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം വെറ്റിനാട് മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിൽ റവറൻഡ് ഫാദർ ഡാനിയേൽ പൂവണ്ണത്തിൽ നയിക്കുന്ന ഏകദിന ധ്യാനത്തിൽ പങ്കെടുക്കുവാനും ഭാരതത്തിലെ പ്രഥമ രക്തസാക്ഷിയായ ദേവസഹായം പിള്ളയുടെ സവിധത്തിലേക്കുമുള്ള യാത്ര പാവറട്ടി പള്ളിയിലെ സഹവികാരി വാഹനത്തെയും തീർത്ഥാടകരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ യാത്ര ആദ്യം ചാലക്കുടിയിലെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്കാണ് പോകുന്നത്. അവിടെ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ തിരുവനന്തപുരം വെറ്റിനാട് മൗണ്ട് കാർമൽ ദേവാലയത്തിലേക്ക് പോകുന്നത്. അവിടെ കാലത്ത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ധ്യാന കേന്ദ്രത്തിലെ ഡാനിയേൽ അച്ഛൻ്റെ ഏകദിന ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പോകുന്നു. ഞങ്ങളിപ്പോൾ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലാണ്, മുരിങ്ങൂര്. ഇവിടെയാണ് നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കുന്നത്. ഇവിടെയാണ് ഞങ്ങളുടെ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ അതിൻ്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ. ഡിവൈൻ ധ്യാന കേന്ദ്രമാണ്. ഇവിടെ നമ്മളുടെ ഔസേപ്പുണ്യാളൻ കിടക്കുന്നുണ്ട്, ഉറങ്ങുന്ന ഔസേപ്പുണ്യാളുണ്ട്. ഇവിടെ കുരിശിൻ്റെ വഴികൾ ഉണ്ട്. അപ്പുറത്ത് ജപമാല വീതിയുണ്ട്. ഇവിടെ മനോഹരമായൊരു ഗ്രോട്ടമുണ്ട്. ഞങ്ങളിവിടെയാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇവിടെ എവിടെയും ഒരു ക്രിസ്മസിൻ്റെ അന്തരീക്ഷമാണ്. എല്ലാ ഭാഗത്തും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റാറുകളും അതുപോലെ തന്നെ കൊണ്ട് ഞങ്ങൾ ഒട്ടുമുറി ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത്. ഇതെന്താ പരിപാടി? വേണ്ടി വന്ന സമയത്തും അങ്ങയുടെ സ്ത്രീകൾ അങ്ങയുടെ ഇതിലെത്തും ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടണം. ശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞുള്ള മനസ്സമയത്തും തമ്പുരാൻ്റെ വീഴ്ചകളും ഞങ്ങളെമ്മേ സ്വസ്തി സ്ത്രീകളിൽ അങ്ങ് ദൈവത്തിൻ ഫലമായ ഈശോ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
കർത്താവുമായിരുന്നു. ജനതകൾ വിറകൊള്ളട്ടെ, അവിടുന്ന് തിരുവുകളുടെ മേൽ സിംഹാസനസ്ഥനായിരിക്കുന്നു. സഹോദരങ്ങളെ, നിങ്ങളുടെ വിശ്വാസം ഭൂമിയിലെല്ലായിടത്തും പ്രകീർത്തിക്കപ്പെടുന്നതിനാൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആദ്യമേ ഞാൻ യേശുക്രിസ്തു വഴി എന്റെ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ നിങ്ങളെ ഇടപെടാതെ പ്രാർത്ഥനയിൽ സ്മരിക്കുന്നു എന്നതിന് അവിടുത്തെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം വഴി ഞാൻ ആത്മനാ ശുശ്രൂഷിക്കുന്ന ദൈവമാണ് എനിക്ക് സാക്ഷി. ദൈവേഷ്ടത്താലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നാം ശ്രദ്ധിച്ചു കേൾക്കണം. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വചനമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ ഏവന്റെയോ ലോകത്തിന് ജീവിതം വിഷയം അറിയിച്ച വിശുദ്ധ മത്തായി സ്ലീഹ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് വിശുദ്ധ പരിശുദ്ധവുമായ കുർബാനയിൽ ശ്രദ്ധിക്കണം. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെയും ഉടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയിലും സമാധാനത്തിലും അർപ്പിക്കപ്പെടുന്നു. ഈ കുർബാന അനുഗ്രഹവും സമാധാനവും ശരീരവും ഹൃദയത്വവും സ്വീകരിക്കുന്ന ആരാധകരുടെ ഈ സംഘത്തെ നീ ആശീർവദിക്കണമേ. നമ്മുടെ രക്ഷകരമായ Amen.
ചെയ്യുന്നു. ഞങ്ങൾ നിരക്കുന്നിലേക്ക് പരിശുദ്ധാത്മാവിനെ പരിശോധനത്തിന്റെ രക്ഷകരെ അവതരിച്ച സർവ്വലോകം വിസ്മയമായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും വിശുദ്ധ ദേവസഹായം പിള്ളയുടെയും വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും മാധ്യസ്ഥം നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ ഏവർക്കും കൃത്യമായി ആശംസിക്കുന്നു. താങ്ക് യു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായം പ്രാപിക്കുമാറാകട്ടെ എന്ന് സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടി പോകുകയും എന്നും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുകയും ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ നല്ല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. എല്ലാം ദൈവം തരുന്ന അനുഗ്രഹം വലുതാണ്. കർത്താവ് തരുന്ന നന്മകളാണ് അത്. അതിന്റെ വില നമുക്കറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ ഒരുമിച്ച് കൂടുന്നത്. അത് കർത്താവിന് നമ്മൾ പ്രിയപ്പെട്ട ഒരു ജനമായതുകൊണ്ടാണ്. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആരാണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ആത്മാവാണ്. പറയുന്ന അറിയാതെ നമ്മൾ ആരാണെന്ന് ചോദിച്ചാൽ അതിന്റെ മറ്റൊരു ഉത്തരം നമ്മൾ ആരാധകരാണ്. ആരാണ്? Our Christian identity in Jesus Christ is that of a worshipper. We are worshippers. അപ്പോൾ അതുകൊണ്ട് ആരാധകരാണ്. For the information of the sisters who don't understand Malayalam, you have an adoration going on in the 4th floor in the Mizpah Chapel. You have a silent adoration. So if you don't follow Malayalam, you can go to the 4th floor in the Mizpah Chapel and you have a silent adoration over there and you have a nice time with the Lord. Hallelujah. അപ്പോൾ നമ്മുടെ കുറച്ച് സിസ്റ്റേഴ്സ് ബൈബിൾ സ്റ്റഡിക്ക് ഇംഗ്ലീഷ് ബൈബിൾ സ്റ്റഡിക്ക് വന്നിട്ടുണ്ട്. മലയാളം അറിയാത്തവർക്ക് വേണ്ടി പറയാൻ നമ്മൾ വിഷമിക്കണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റി എന്താണ്? വാട്ട് ഈസ് ഐഡന്റിറ്റി? നമ്മൾ ആരാധകരാണ്. കാരണം ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്, നമ്മളെ ദൈവം രൂപപ്പെടുത്തിയത് ആരാധകരാവാനാണ്. ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോഴെല്ലാം ദൈവം പറഞ്ഞത് ഈ ജനത്തെ വിട്ടയക്കണം. എന്തിന്? അങ്ങനെയാണ് പറയുന്നത്. മരുഭൂമിയിൽ എന്നെ ആരാധിക്കാൻ ഈ ജനത്തെ വിട്ടയക്കണം. അങ്ങനെ പറയും, മരുഭൂമിയിൽ എന്നെ ആരാധിക്കാൻ ഈ ജനത്തെ വിട്ടയക്കണം. അപ്പോ ദൈവം സകല അടിമത്തങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിച്ചത് എന്തിനായിരിക്കും? എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം, നമ്മളെ ആരാധകരാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ്. ദൈവത്തിന് നമ്മൾ ആരാവുന്നതാണ് ഇഷ്ടം. അമ്പാനിയാവുന്നതാണോ ആരാധകരാവുന്നതാണോ? ദൈവത്തിന് ഇഷ്ടം ആരാധകരാവുന്നതാണ്. മനസ്സിലാവുന്നത്. പാതിരപ്പിയോ പുണ്യാളന് ഏതാണ്ട് ഒരു 10 വർഷത്തോളം അധികാരികളിൽ നിന്ന് വിലക്കുണ്ടായിരുന്നു. പബ്ലിക്കായിട്ട് കുർബാന അർപ്പിക്കുന്നതിന്, പബ്ലിക് കൺഫെഷൻ കൊടുക്കുന്നതിന് എല്ലാം വിലക്കുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്,
ആരാധിക്കുന്നതിന് വിലക്കുണ്ടോ? ഉണ്ടോ? ഇല്ല. ആരാധിക്കുന്നതിന്, അപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറയുന്നത്, അതുകൊണ്ട് എന്നെ സങ്കടപ്പെടുത്താൻ ആർക്കും പറ്റത്തില്ല. എന്താ കാര്യം? എനിക്ക് വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും എനിക്ക് ആരാധിക്കാൻ പറ്റുമല്ലോ. അതിന് ചങ്ങലക്കിടാൻ പറ്റുമോ? ഇല്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിയറ്റ്നാമിലെ കർദിനാൾ ബിഷപ്പായിരുന്ന പേര് മറവി കൂടി വരുന്നു, പ്രായം കൂടി വരുന്നു. അപ്പോ ഈ പേര് മറന്നുപോയി. അദ്ദേഹം ജയിലിൽ കിടന്ന സമയത്ത് അദ്ദേഹം മലാഖിയുടെ പ്രവചനത്തില് കർത്താവ് ആരാധനയെ കുറിച്ച് പറയുന്ന സമയത്ത് ചില പ്രധാനപ്പെട്ട ആരോപണങ്ങൾ കർത്താവ് ഉന്നയിക്കുന്നു. ആരാധനയെ കുറിച്ച് പറയുമ്പോൾ മലാഖിയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. മലാഖി 1-ാം അധ്യായം 6 മുതൽ, മലാഖി 1:6 മുതൽ വായിക്കാമോ? പുത്രൻ പിതാവിനെയും ദാസൻ യജമാനനെയും ബഹുമാനിക്കുന്നു. പുത്രൻ പിതാവിനെ ബഹുമാനിക്കുന്നു, ദാസൻ യജമാനനെ ബഹുമാനിക്കുന്നു. അടുത്ത വാക്യം, എന്റെ നാമത്തെ നിന്ദിക്കുന്ന പുരോഹിതന്മാരെ സൈനികരുടെ കർത്താവായ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ പിതാവാണെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? ഇത് ദൈവം പറയുന്നില്ല. ആരാധനയെ കുറിച്ചുള്ള വാക്യമാണ്. നിങ്ങൾ DOC ബൈബിളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ തലക്കെട്ട് എന്താണ്? ആരാധനയിലെ അപാകതകൾ. ആരാധനയിലെ അപാകതകൾ പറയുമ്പോഴാണ് പറയുന്നത്. അതിനെ പറയുകയാണ്, പുത്രൻ പിതാവിനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കുന്നു. നോക്കി വായിച്ച്, എന്റെ നാമത്തെ നിന്ദിക്കുന്ന, എന്റെ നാമത്തെ മലക്കായി ചാപ്റ്റർ 1 verse 6. മലക്കായി ചാപ്റ്റർ 1 verse 6. ഓക്കെ, വായിച്ചോ. പുത്രൻ പിതാവിനെയും ദാസൻ യജമാനെയും ബഹുമാനിക്കുന്നു, എന്റെ നാമത്തെ നിന്ദിക്കുന്ന പുരോഹിതന്മാരെ സൈന്യങ്ങളുടെ കർത്താവായ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഞാൻ പിതാവാണെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? അടുത്ത വാക്യം, ഞാൻ യജമാനനാണെങ്കിൽ എന്നോടുള്ള ഭയം എവിടെ? മുമ്പത്തെ വാക്യം, ഞാൻ യജമാനനാണെങ്കിൽ എന്നോടുള്ള ഭയം എവിടെ? അടുത്ത വാക്യം, എങ്ങനെ? അപ്പോ ജനം ചോദിക്കുകയാണ് എങ്ങനെയാണ് അങ്ങയുടെ നാമത്തെ ഞങ്ങൾ നിന്ദിച്ചതെന്ന് നിങ്ങൾ ചോദിക്കുന്നു. അടുത്ത വാക്യം, മലിനമായ ഭക്ഷണം നിങ്ങൾ എന്റെ ബലിപീഠത്തിൽ അർപ്പിച്ചു. കേട്ടോ, മലിനമായ ഭക്ഷണം നിങ്ങൾ എന്റെ ബലിപീഠത്തിൽ അർപ്പിച്ചു. എങ്ങനെയാണ് ഞങ്ങളത് മലിനമാക്കിയതെന്ന് നിങ്ങൾ ചോദിക്കുന്നു. അടുത്ത വാക്യം കണ്ടോ, കർത്താവിന്റെ ബലിപീഠത്തെ നിസ്സാരമാണെന്ന് നിങ്ങൾ കരുതി. കർത്താവിന്റെ ബലിപീഠത്തെ നിസ്സാരമാണെന്ന് നിങ്ങൾ കരുതി. ഞാനത് നേരത്തെ പറഞ്ഞു. നമ്മളെന്താ ചിന്തിക്കുന്നത്? ഇപ്പൊ കർത്താവല്ലേ, കർത്താവിന് നമ്മുടെ തിരക്ക് അറിഞ്ഞൂടെ, കർത്താവിന് നമ്മളെ മനസ്സിലാവത്തില്ലേ? ദൈവത്തിന് അറിഞ്ഞൂടെ ഇത് ഇമ്പോർട്ടന്റ് കോളാണ്, അത് കർത്താവ് ഇത് ഇപ്പൊ തന്നെ മെസ്സേജ് അയക്കേണ്ടതാണ്, ഇതിപ്പോ മറുപടി അയച്ചില്ലേ അവരെന്നാ വിചാരിക്കും, കർത്താവിന് മനസ്സിലാക്കിക്കോളും. കണ്ടോ, നിസ്സാരമായിട്ടാണ് കരുതി. ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ ഇരിക്കുന്ന സമയത്തെ നിസ്സാരമായിട്ട് കരുതി. അടുത്ത വാക്യം, കാഴ്ചയില്ലാത്തവരെയും കാഴ്ചയില്ലാത്ത മൃഗങ്ങളെ നിങ്ങൾ ബലിയർപ്പിച്ചാൽ അത് തിന്മയല്ലേ? ഉണർന്നുള്ളതിനെയും രോഗം ബാധിച്ചതിനെയും അർപ്പിച്ചാൽ അത് തിന്മയല്ലേ? അത് നിങ്ങളുടെ ഭരണാധികാരി കാഴ്ചവെച്ചാൽ അവൻ സന്തുഷ്ടനാവുകയോ നിങ്ങളോട് പ്രീതി കാണിക്കുകയോ ചെയ്യുമോ? സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. അടുത്ത വാക്യം, കർത്താവിനെ പ്രീതി ലഭിക്കാൻ ഇത്തരം കാഴ്ച അർപ്പിച്ചാൽ നിങ്ങളിൽ ആരോടെങ്കിലും കർത്താവ് കേട്ടോ. നിങ്ങൾ പറയുന്നു, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചാണ്, ഞാൻ ഒരുപാട് ദൈവത്തെ തേടിയതാണ്, ഞാൻ ചെറുപ്പം മുതലേ കർത്താവിനോട് വിശ്വസ്തയോടെ ജീവിച്ച ആളാണ്, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയ ആളാണ് എന്ന് പറയുന്നു. കർത്താവ് പറയുകയാണ്, ദാനിയേൽ, നീ ഇങ്ങനെല്ലാം പറയുമ്പോഴും, നീ കർത്താവിന്റെ പ്രീതി ലഭിക്കാൻ കാരുണ്യയായിരിക്കുമ്പോഴും ഇത്തരം കാഴ്ചകൾ അർപ്പിച്ചാൽ എനിക്ക് പ്രീതി ഉണ്ടാകുമോ? Do you really value me as priority number 1? നിന്റെ ജീവിതത്തിന്റെ മുൻഗണനാ പട്ടികയിലെ ഒന്നാമത്തേത് ഞാനാണോ? എനിക്ക് വേണ്ടി നീ മറ്റെന്തും മാറ്റിവെക്കുമോ? ഒരു ചോദ്യമുണ്ട്. അങ്ങനെയുള്ളവർ മാത്രമാണ് ആര്?
ആരാധകർ. ഈശോയ്ക്ക് ദൈവം നമ്മളെ കുറിച്ച് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം, ഈ ജനം അധരം കൊണ്ട് മാത്രം എന്നെ ബഹുമാനിക്കുന്നു, അവരുടെ ഹൃദയത്തിൽ നിന്ന് വളരെ ദൂരെയാണ്. ലിപ് വർഷിപ്പാണ്, ലിപ് വർഷിപ്പ്. അധരം കൊണ്ട് മാത്രം നടത്തുന്ന ആരാധന. നമ്മുടെ ഹൃദയത്തിൽ ദൈവമാണോ ഒന്നാമത്തേത്? ഹൃദയത്തിൽ ദൈവമാണോ, ലോകമാണോ, മനുഷ്യന്റെ ബഹുമാനാണോ, മനുഷ്യന്റെ പ്രീതിയാണോ, ഏതാണ് വലുത്? ഗലാത്യർ 1:10 വായിച്ചേ. ഗലേഷ്യൻസ് ചാപ്റ്റർ 1 verse 10. ഗലേഷ്യൻസ് ചാപ്റ്റർ 1 verse 10. ഗലാത്യർ 1:10. ഗലാത്യർ 1:10. ഞാൻ ഇപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റെതാണോ? ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റെതാണോ? അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ ജീവിക്കുകയാണോ? ഞാൻ ഇപ്പോൾ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിന്റെ ദാസൻ. അപ്പൊ എന്നെ ശ്രദ്ധിച്ച് പറഞ്ഞു ഇത്രയേ ഉള്ളൂ. നമ്മൾ കർത്താവിനെ ആരാധിക്കുന്ന സമയത്ത് we need to give him priority number 1. ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുന്നതിന്റെ പേരാണ് ആരാധന. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ കൂടുതൽ ആരാധനയെ കുറിച്ച് ഈ ദിവസങ്ങളിൽ വായിക്കുകയും പഠിക്കുകയും ചെയ്യാണ്. അപ്പോ അതായത് നിങ്ങൾ ഒരു വചനം വായിച്ചേ, അതായത് മനസ്സിലാവും. പുറപ്പാട് 20:1 മുതൽ 5 വരെ വായിക്കും. എക്സോഡസ് ചാപ്റ്റർ 20 verse 1 to 5. പുറപ്പാട് 20:1 മുതൽ 5 വരെ. വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ഈ ആലയത്തിൽ കർത്താവിന്റെ ആത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നത്, അഭിഷേകം ചെയ്യുന്നതും നിങ്ങൾ തിരുവചനം ശ്രദ്ധിക്കുമ്പോഴാണ്. കാരണം ഇത് വചനത്തെ ഗൗരവമായി എടുക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ വേറെ ഒരു ശുശ്രൂഷയില്ല, നിങ്ങൾക്കറിയാമോ. ഇവിടെ തിരുവചനമാണ് ഇവിടുത്തെ ഫോക്കസ്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു കൃപ കിട്ടണമെങ്കിൽ നിങ്ങൾ ദൈവവചനം ശ്രദ്ധിക്കണം. ബൈബിൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. ഇനി കൊണ്ടുവന്നില്ലെങ്കിൽ ഈ സ്ക്രീനിൽ വചനങ്ങൾ തെളിയും, അത് നിങ്ങൾ നോക്കി വായിക്കണം. അല്ലാതെ നിങ്ങൾ ചാരി ഇരുന്നാലുള്ള കുഴപ്പം, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഉറങ്ങും. മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നാൽ ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ സിൻസ് ദിസ് ഈസ് എ ബൈബിൾ സ്റ്റഡി നിങ്ങൾ ഓർമ്മ പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? എൻഗേജ്ഡ് ആവണം. യു ഹാവ് ടു ടേക്ക് എ ബൈബിൾ എടുക്കണം, വായിക്കണം, എഴുതണം. അങ്ങനെ നിങ്ങൾ എൻഗേജ്ഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ശുശ്രൂഷ ഉള്ളതായിട്ട് മാറും. വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നാൽ എനിക്ക് നല്ല അഭിഷേകം ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിക്കാൻ കുഴപ്പമിരുന്നാൽ ഞാൻ 1.5 മണിക്കൂർ കൊണ്ട് എല്ലാം മൈൻഡപ്പ് ചെയ്ത് ആശീർവാദം തന്ന് വിടും. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. 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 നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ വചനം വായിച്ചോ. പുറപ്പാട് 20:1 മുതൽ 5 വരെ. ദൈവം അടുത്ത വാക്യം. ഭവനമായി ഈജിപ്തിൽ നിന്ന് എന്നെ പുറത്തുകൊണ്ടുവന്ന അടുത്ത വാക്യം. ദൈവത്തിന്റെ സ്ഥാനത്ത് വേറെ ആരും ഒന്നും ഉണ്ടാകരുത്. ആരോഗ്യം, സൗന്ദര്യം, പണം, പ്രതാപം, സ്ഥാനം, പേര് ഒന്നും ദൈവത്തിന് ഉപരി ഉണ്ടാകരുത്. പറഞ്ഞ ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും മേഖലയിൽ ഒരു വിഷമമോ ബുദ്ധിമുട്ടോ തകർച്ചയോ വന്നാൽ, ഞാനാണേലും നിങ്ങളാണേലും ആദ്യം നമ്മൾ അന്വേഷിക്കേണ്ടത്, ദൈവമേ കർത്താവിനെക്കാളും വലുതായിട്ട് ഞാൻ. ഇപ്പൊ നോട്ടം എങ്ങോട്ട് മാത്രമാണ്? അരുവി കാക്ക, അരുവി കാക്ക. നിങ്ങൾ മനസ്സിലായോ? നോട്ടം ദൈവത്തിൽ നിന്ന് മാറി അരുവിയിലോട്ടും കാക്കയിലേക്ക് പോയപ്പോ അരുവി പറ്റി കാക്ക വരാതായി. ഹലോ, എല്ലാം തലേക്കുന്നുണ്ടോ? അരുവി പറ്റി കാക്ക വരാതായി. അപ്പൊ പുള്ളിക്ക് പാല് കുളിക്കി. അപ്പൊ കർത്താവ് പറഞ്ഞു, നിന്റെ നോട്ടം ഈ അരുവിയിലോട്ടും കാക്കയിലോട്ടും ആവാതിരിക്കാൻ ഇനി മുതൽ ഭക്ഷണം തരുന്ന രീതി മാറ്റുകയാണ്. ഒരു ചേച്ചിയുടെ വീട്ടിലോട്ട് പോകും, അവരുണ്ടാക്കി തന്നോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെക്കാളും സ്ഥാനം എന്തിനെങ്കിലും ആർക്കെങ്കിലും വരുമ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തകർച്ചകളായിട്ട് മാറും. അതുകൊണ്ട് തകർച്ചകൾ വരുമ്പോൾ ആദ്യം ഒരു ദൈവവേദന അന്വേഷിക്കേണ്ടത്, ഞാൻ ദൈവത്തെക്കാളും വലിപ്പം എന്തിനെങ്കിലും, സമ്പത്തിന്, പ്രതാപത്തിന്, സൽപ്പേരിന്, അല്ലെങ്കിൽ വേറെ എന്തിനും, ഈ ലോകത്തുള്ള എന്തിനെങ്കിലും ദൈവത്തെക്കാൾ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവത്തോട് കൂടെ ആവുമ്പോൾ ഇതെല്ലാം നല്ലതാണ്. ദൈവത്തോട് കൂടെ ആവുമ്പോൾ സമ്പത്ത്, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ സമ്പത്ത് നല്ലതാണ്.
ആരോഗ്യം നല്ലതാണ്, സൗന്ദര്യം നല്ലതാണ്, പേര് നല്ലതാണ്, ഇതെല്ലാം ദൈവത്തോട് കൂടി. പക്ഷെ അതല്ല അവർക്ക് ദൈവം. അവർക്ക് അത് പോയാലും ദൈവത്തെ അവർ സ്നേഹിക്കും. അതാ പൗലോസ് പറയുന്നത്, കഷ്ടതയോ അബദ്ധമോ പട്ടിണിയോ പീഡനമോ നഗ്നതയോ അബദ്ധമോ ആളോ എന്ത് വന്നാലും കർത്താവിനോടുള്ള സ്നേഹം കുറയത്തില്ല. ഇതാണ് ആരാധകൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, കർത്താവ് പറയുകയാണ്, എനിക്ക് പകരം വേറെ ദേവന്മാർ ഉണ്ടാകരുത്. അടുത്ത വാക്യം, വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. അതായത് ഒന്നും കർത്താവിന് പകരമായി നിന്റെ ഹൃദയത്തിലോ നിന്റെ കൺമുമ്പിലോ ഉണ്ടാകരുത്. അടുത്ത വാക്യം, വേറെ എന്ത് കർത്താവിന് മുകളിൽ വന്നാലും നമ്മളതിനെ ആരാധിക്കുകയാണ്. എന്തെന്നാൽ ഞാൻ നിന്റെ ദൈവമായ കർത്താവ്. അതായത് ബൈബിളില് എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു തിന്മയ്ക്കും ഇങ്ങനെ ഒരു ശിക്ഷ പറഞ്ഞിട്ടില്ല. അതായത് ആരാധനയിൽ വരുന്ന വീഴ്ചയ്ക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു ശിക്ഷ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ശിക്ഷ? എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ തലമുറ വരെ ഞാൻ ശിക്ഷിക്കുന്നു. ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഈ ഒറ്റ വിഷയം അത്രയും ഗൗരവമുള്ളതാണ്. എന്തുകൊണ്ട് കേൾക്കുന്നുണ്ടോ? എന്തുകൊണ്ടെന്നറിയാമോ? ഇതിന് നിങ്ങളുടെ മക്കളെയും മക്കളുടെ മക്കളെയും അവരുടെ മക്കളെയും അവരുടെ മക്കളെയും 4 തലമുറയുടെ മേൽ ദുരിതം കൊണ്ടുവരാനുള്ള ശേഷിയുള്ള, സംഹാര ശേഷിയുള്ള ഒരു ബോംബാണിത്. എന്ത്? ആരാധനയിലെ അപാകത. എന്നാൽ ഒരു അമ്മ, ഒരു അപ്പൻ ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്താൽ അവരുടെ തലമുറയിൽ അതിന് അനുഗ്രഹം ഉണ്ടാവും. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ ഞാൻ എപ്പോഴും ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുണ്ടാണ്. എന്റെ വലിയ അപ്പൻ്റെ അമ്മ, ഞാൻ ആ അമ്മച്ചിയെ കണ്ട കാലം മുതൽ എന്റെ മനസ്സിലൊക്കെ ഓർമ്മയുള്ളൂ. ഇങ്ങനെ ഒരു ബൈബിളും പിടിച്ച് ഇങ്ങനെ രാവിലെ എഴുന്നേറ്റിരുന്ന് അതിരാവിലെ ഇങ്ങനെ ഇരുന്ന് ചെറുതായിട്ട് കേൾക്കും. ചെറിയ വലിയ കാസറ്റ് പോലെ ഇങ്ങനെ ചെറുതായിട്ട് കേൾക്കാം. ഞാനൊക്കെ കൊല്ലായിരുന്ന സമയത്ത് എന്തോരം തവണ ഈ പാവം വല്യമ്മ കളിയാക്കിയിട്ടുണ്ട്. അതിനാണ് എനിക്ക് കിടക്കിടയ്ക്ക് ചോദ്യം. അതായത് വല്യമ്മയുടെ പ്രാക്കാം, മനസ്സിലായോ? എന്താ പറഞ്ഞാല് ഈ രഹസ്യങ്ങളുണ്ട്, അത് ഞാൻ പറയുന്നില്ല. രഹസ്യങ്ങൾ ഇപ്പൊ എന്റെ മനസ്സിൽ ഒറ്റകെട്ടിയും. ഓക്കെ, അപ്പോ അമ്മച്ചി ഇങ്ങനെ ഇരുന്ന് പാട്ടും പ്രാർത്ഥനയൊക്കെയാണ്. ഇത്തിരി മൂശാട്ടേക്കുള്ള അമ്മച്ചിയായിരുന്നു. മുൻകോപം നമ്മളൊക്കെ ചെന്നെന്തെങ്കിലും പറഞ്ഞാല് കൈ കിട്ടുന്നെടുത്ത് തലക്കിട്ടൊക്കെ അടിക്കുന്ന ഒരു ടൈപ്പ് അമ്മച്ചിയായിരുന്നു. എന്നാലും ഇതാണ് ഇങ്ങനെ തുറന്നു വെച്ചിട്ട് വായനയോടെ വായന, പാട്ടോടെ പാട്ട്. മനമേ പക്ഷി 3 മണി വിളിക്കണേ, മനമേ പക്ഷി. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, അമ്മച്ചി പക്ഷി ഒന്നും ഉണർന്നിട്ടില്ല, ഈ പഞ്ചായത്തിൽ അമ്മച്ചി മാത്രമേ ഉണർന്നിട്ടുള്ളൂ. അതൊക്കെ എല്ലാവരും ഉറപ്പാണ്, പക്ഷി പോലും ഉണർന്നിട്ട്. പക്ഷെ അന്ന് നമ്മളതിന്റെ വിവരമില്ലാത്തതാണ്, അന്ന് അറിഞ്ഞൂടെ, ഇതിന്റെ വിലയൊന്നും അറിഞ്ഞൂടെ എന്താ. ഞാനിപ്പോ ആലോചിക്കുകയാണ്, ദൈവത്തമ്പുരാനെ എന്റെ ചെറുപ്പത്തില് ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് എന്റെ അമ്മ എന്റെ വീട്ടിൽ നിന്ന് പള്ളി വരെ അടിച്ചിട്ടുണ്ട്. എന്തിനാന്നറിയാം? വളരെ നല്ല കുട്ടിയായിരുന്നു, പള്ളി പോകുന്നതിന് അലർജിയാണ്. പള്ളി പോകുന്നൊരു വല്ലാത്ത അലർജി. അപ്പൊ ഇവിടെ മുതൽ പള്ളി വരെ അടി. അടിയെല്ലാം കൊണ്ട് പള്ളി ചെന്നിട്ട് ഞാൻ ആലോചിക്കാൻ വളരെ ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന ആളാണ്. ഞാൻ ചിന്തിക്കും, എന്തായാലും അടി കൊണ്ടില്ലേ, ഇനിയിപ്പോ പള്ളി നീങ്ങുന്നതിനാ. ലോജിക്കലായിട്ട് നമ്മൾ ചിന്തിക്കണം, എന്തിനാണ് അടിയെല്ലാം വാങ്ങിച്ചത്? പള്ളി പോവാത്ത അടിയെല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ പള്ളി പിരിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ നേരെ വീട്ടിൽ തിരിച്ചു വരും. പള്ളി കഴിഞ്ഞ് വരുന്ന എൻ്റെ അമ്മ എന്നെ വീട്ടിൽ ഇങ്ങനെ കാര്യത്തിൽ ഇപ്പോഴും പറയുന്നുണ്ട്, പള്ളിയിലേക്ക് പോകാത്ത ആളായിരുന്നു. ഇപ്പൊ പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ ഓരോ ഈ എന്താ പറയാ കാലം കാത്തു വെച്ച കാവ്യ രീതി എന്താണ്? ഇന്നിപ്പോ പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല. എല്ലാം ആ വല്യമ്മ കാരണമാണ്. വല്യമ്മ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു വല്യമ്മ ആയതുകൊണ്ട് അതിങ്ങനെ തലമുറയ്ക്ക് പകർന്നു കിട്ടി.
പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കേട്ടോ? അപ്പോ എന്നാല് ആരാധിക്കാതിരിക്കുന്നതിന്റെ തലമുറയിലേക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ ദൈവത്തെ അവരൊക്കെ വളരെ ഗൗരവമായിട്ട് എടുത്ത ആളുകളാണ്. അവർക്ക് ദൈവം വലുതാണ്. കർത്താവ് പള്ളിയിൽ പോവുക, പ്രാർത്ഥിക്കുക, ദൈവത്തെ ആരാധിക്കുക, പ്രാർത്ഥനയ്ക്ക് പോവുക, ഇതൊക്കെ അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. വീട്ടിൽ എത്ര സമയമില്ലെങ്കിലും അല്ലെങ്കിൽ ജീവിതത്തിൽ എത്ര സമയമില്ലെങ്കിലും അവര് അതിനെയൊക്കെ വളരെ വലുതായി കണ്ടു. ഒരു തലമുറ ഉണ്ടായിരുന്നു നമുക്കിവിടെ, അല്ലേ? അവര് പോയി ഈ കുടിയേറ്റങ്ങളുടെ കാലം ഓർമ്മയുള്ള ചിലരെങ്കിലും ഇതിനകത്തുണ്ടാവും. ഈ മുള്ളും മരടും മൂർഖനും പന്നിയും ആനയും കാട്ടുമൃഗങ്ങളും ഒക്കെ നിറഞ്ഞ ആ പഴയ ആ കാടുകളിലും വഴികളിലും ഒക്കെ കാട് വെട്ടിത്തെളിച്ച് നാടാക്കി അവരൊരു കൂര കെട്ടുന്നതിന് മുമ്പ്, വീട് വെക്കുന്നതിന് മുമ്പ് അവരാദ്യം വെച്ചത് പള്ളിയാണ്. അവരന്ന് ചോർന്നൊലിക്കുന്ന വീടുകളിൽ കിടക്കുമ്പോഴും അവർക്ക് നല്ല പള്ളിയുണ്ടായിരുന്നു. ആ പള്ളിയിൽ പൊളിഞ്ഞ തറയിലൊക്കെ മുട്ടുകുത്തി നിന്ന് അവരിങ്ങനെ കർത്താവിനെ ആരാധിച്ചു. അതുകൊണ്ട് എന്ത് ഗുണമുണ്ടായി? കേരളത്തിലെ കത്തോലിക്കന്റെ അപ്പസ്തോലിക സഭകളിലുള്ള മനുഷ്യരുടെ, കേരളത്തിലെ ക്രിസ്തു വിശ്വാസികളുടെ തലമുറകളെല്ലാം കഴിഞ്ഞ 2000 വർഷം കൊണ്ട് നാനാവിധത്തിൽ അനുഗ്രഹിക്കപ്പെട്ടത് ഈ മുൻകാല തലമുറ അങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഇനി വരാൻ പോകുന്ന ഒരു 4 തലമുറകൾക്ക് വേണ്ടി നമ്മൾ എന്ത് കാത്തുവെച്ചു? നമ്മൾ കെട്ടിപ്പൊക്കിയ സ്ഥാപനങ്ങളോ പണിതുണ്ടാക്കിയ കെട്ടിടങ്ങളോ നമ്മൾ അവശേഷിപ്പിച്ച ബാങ്ക് ബാലൻസോ നാളെ ഈ തലമുറയെ അതിജീവിക്കാൻ സഹായിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു? നാളെ ഈ തലമുറ സർവൈവ് ചെയ്യണമെങ്കിൽ അവർ ദൈവത്തെ ആരാധിക്കാൻ പഠിക്കണം. ചെറിയ പ്രായത്തിലെ അവർ കർത്താവിനെ ആരാധിക്കുന്ന മനുഷ്യരായിട്ട് മാറണം. അതൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേൽക്കാം, കുറച്ച് സമയം കർത്താവിനെ ആരാധിക്കാം. നിങ്ങൾ ചിന്തിക്കരുത്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നാൽ ദൈവത്തിന് എന്തോ കണക്കുകൂട്ടൽ തെറ്റിയതാണെന്നോ നമ്മൾ പ്രാർത്ഥിച്ചത് ശരിയായില്ലെന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. ഏത് മാനുഷിക അധികാരവും നിലവിൽ വരുന്നത് ദൈവത്തിന് വിധേയമായിട്ടാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ചില കിരാതന്മാരെ ദൈവം എന്തിന് അധികാരത്തിൽ കൊണ്ടുവരുന്നു?
എന്തിന് ചില മർദ്ദകരെ അധികാരത്തിൽ കൊണ്ടുവരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കും. അതായത് ദൈവം എപ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തികളെ നമ്മൾ വിലയിരുത്തിയാൽ അത് സംഭവിക്കുന്നത് രണ്ട് കാര്യങ്ങളെ വെളിച്ചത്തിലാണ്. ഒന്ന് ദൈവത്തിന്റെ നീതി, രണ്ട് ദൈവത്തിന്റെ കരുണ. ഒന്ന് ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഭരണാധികാരി അധികാരത്തിൽ വന്നു എന്ന് കരുതി നിങ്ങൾ ചിന്തിക്കരുത് ദൈവത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്ന് കരുതരുത്. അത് ദൈവം അനുവദിച്ചതിന്റെ പിന്നിൽ ദൈവത്തിന്റെ നീതി, ദൈവത്തിന്റെ കരുണയും ഉണ്ട്. നമുക്കറിയില്ല. എനിക്ക് പൊളിറ്റിക്സ് ആയതുകൊണ്ട് എനിക്കറിയാം എന്തുകൊണ്ടാണ് ചില ആളുകൾ നമ്മളെ ഭരിക്കുന്നതെന്ന് എനിക്കറിയാം. പൊളിറ്റിക്സ് ആയതുകൊണ്ട് അത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളൊരു അടച്ച എൻവയോൺമെന്റ് ഞാൻ പറഞ്ഞുതരാം. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഇതുപോലെ ലൈവ് ഒന്നും പോകുന്ന സമയത്ത് പൊളിറ്റിക്സ് രാഷ്ട്രീയമാണ്. അപ്പോ അത് പറയാൻ പാടില്ല, പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറയാത്തതാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഒരാള് നമ്മുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്നത്, അല്ലെ എന്തുകൊണ്ടാണ് ചില കാലത്തേക്ക് ചില ആളുകൾ നമ്മളെ ഭരിക്കുന്നത്? അതിന് കൃത്യമായ ദൈവത്തിന്റെ കണക്കുകൂട്ടലുണ്ട്. അതിന് പിന്നിൽ ദൈവത്തിന്റെ ഒരു നീതിയുമുണ്ട്, ദൈവത്തിന്റെ കരുണയുമുണ്ട്. ദൈവം നീതി നടപ്പാക്കുന്നതാണ്, അല്ലെങ്കിൽ ദൈവം ചില ആളുകളോട് ദൈവത്തിന്റെ കരുണ പ്രദർശിപ്പിക്കുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? അതിൽ കൂടുതൽ പറയാൻ തൽക്കാലം നിർവാഹമില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാ മേലധികാരികൾക്കും നമ്മൾ വിധേയരായിരിക്കണം. ഇനി ചില ആളുകൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഉദാഹരണത്തിന് ചില ആളുകൾ അധികാരത്തിലെത്തിയത് ഉപലാപങ്ങളിലൂടെയാണ്, മാനിപ്പുലേഷൻസിലൂടെയാണ്. അപ്പൊ അതുകൊണ്ട് അവർ ഈ അധികാരം തട്ടിയെടുത്തതാണ്, അതുകൊണ്ട് നമ്മൾ അവർക്ക് വിധേയരായിരിക്കണോ? നിങ്ങൾ മനസ്സിലാക്കണം, ആര് അധികാരത്തിൽ വന്നാലും, അവർ കള്ളക്കളി കാണിച്ച അധികാരത്തിൽ വന്നാലും, അവര് ആസൂത്രണം നടത്തിയ അധികാരത്തിൽ വന്നാലും, ഉപജാപം നടത്തിയ അധികാരത്തിൽ വന്നാലും, എല്ലാ അധികാരങ്ങളും ദൈവത്തിന്റെ നിയന്ത്രണത്തിന്റെ കീഴിലാണ്. ദൈവം അത് അനുവദിച്ചതാണ്. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. അതായത് ദൈവം വെച്ചിരിക്കുന്ന നിയമാനുസൃതമായ അധികാരത്തിന് വിധേയപ്പെട്ടാൽ നമ്മൾ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ടിരുന്ന നിയമം ഞാൻ പറഞ്ഞുതരാം. ആജ്ഞാപിക്കുന്നവന് തെറ്റുപറ്റിയാലും അനുസരിക്കുന്നവന് തെറ്റുപറ്റില്ല. ഒരാള് നമ്മളോട് ഒരു കാര്യം പറഞ്ഞത് ഒരു റോങ് ഡിസിഷൻ ആണെന്ന് വിചാരിച്ചോ. ഒരാൾ നമ്മളോട് പറഞ്ഞത് അയാള് ആരെങ്കിലും എന്തെങ്കിലും ഇപ്പൊ ഇങ്ങനെ ചിന്തിക്കും. അതായത് എന്റെ പിതാവിനോട് ആരെങ്കിലും ഒരു നുണ പറഞ്ഞു കൊടുത്തിട്ട് എന്റെ പിതാവ് എനിക്കെതിരെ ഒരു ആക്ഷൻ എടുത്തു എന്ന് വിചാരിക്കും. അപ്പൊ ഇത് ഞാൻ ഒരു കാര്യം ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഉദാഹരണം. പക്ഷെ ഞാൻ അത് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചു. അപ്പൊ ഈ ആക്ഷൻ അനീതിയല്ലേ? ആണോ അല്ലയോ? ഇത് ഇൻജസ്റ്റിസ് ആണ്. എന്റെ നേരെ ഇൻജസ്റ്റിസ് ഹാസ് ബീൻ ഡൺ ടു മീ. അപ്പൊ ഞാൻ അതിനെ എങ്ങനെ എടുക്കണം? അപ്പൊ എന്നോട് പറയാണ്, അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു, അച്ഛൻ ഇപ്പൊ ഈ പള്ളിയിൽ നിന്ന് മാറി അച്ഛനെ ഞാൻ ഒരു ശിക്ഷണ നടപടി എന്ന നിലയിൽ വേറൊരു പള്ളിയിലോട്ട് മാറ്റുക. ഇവിടെ നിങ്ങൾ ചിന്തിക്കണം, ഈ അധികാരി എടുത്ത തീരുമാനം ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. അധികാരിയുടെ തീരുമാനം തെറ്റാണ്. എന്താ? അധികാരി തീരുമാനം എടുത്തിരിക്കുന്നത് റോങ് ഇൻഫർമേഷന്റെ വെളിച്ചത്തിലാണ്. അത് വെരിഫൈ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അധികാരി തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. അപ്പൊ അധികാരിയുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഈ ഡിസിഷൻ തെറ്റാണ്. പക്ഷേ ആ ഡിസിഷൻ അധികാരി എടുത്തത് തെറ്റാണെങ്കിൽ, അധികാരിക്ക് തെറ്റുപറ്റിയാലും ആജ്ഞാപിക്കുന്നവന് തെറ്റുപറ്റിയാലും ഞാൻ ഈ അനുസരിക്കുന്ന എനിക്ക് തെറ്റുപറ്റില്ല. കാരണം ഇവിടെ എന്നെ അനുഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതൽ ദൈവം അവിടെ എന്നെ അനുഗ്രഹിക്കും. അതിനാണ് ദൈവം ഈ തെറ്റ് അനുവദിച്ചത്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ചോണം, ആജ്ഞാപിക്കുന്നവന് തെറ്റുപറ്റിയാലും അനുസരിക്കുന്നവന് തെറ്റ് പറ്റില്ല. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഇങ്ങനെ ചിന്തിക്കാം, നമ്മുടെ സഭയുടെ എല്ലാ, ഇപ്പൊ മൗണ്ട് കാർമലിന് ഒരു അസറ്റ് ഉണ്ട് കേട്ടോ. ഇതൊരു ട്രസ്റ്റ് ആണ്, ഇതിനൊരു അസറ്റ് ഉണ്ട്. ഈ അസറ്റ് ഇങ്ങനെ ചിന്തിക്കാണ്, ഇന്ത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് ഈ അസറ്റ് ഗവൺമെന്റ് എടുക്കുന്നു. എന്നിട്ട് ഗവൺമെന്റിന് നിയന്ത്രണ വിധേയമായിട്ട് മാത്രമേ നമുക്ക് ഇതിൽ പെരുമാറാൻ അനുവാദമുള്ളൂ എന്ന് ചിന്തിക്കാം. ഇത് നമ്മുടെ ലാൻഡാണ്, ഇവിടുത്തെ കൺസ്ട്രക്ഷൻ എല്ലാം നമ്മൾ നടത്തിയതാണ്. പക്ഷെ ഗവൺമെന്റ് ഇത് കോൺഫിസ്കേറ്റ് ചെയ്തു വിചാരിക്കാം, ഇത് പിടിച്ചെടുത്തിട്ട് പറയാണ്, നിങ്ങൾക്ക് ധ്യാനമെല്ലാം നടത്താം, പക്ഷേ എന്ത് ചെയ്യണം, ഇവിടുത്തെ ഇൻകം എന്ത് വന്നാലും അത് ഗവൺമെന്റിനുള്ളതാണ്. അതുപോലെ തന്നെ എക്സ്പെൻസസ് കഴിഞ്ഞ് മിച്ചം വരുന്ന എല്ലാം ഗവൺമെന്റിനുള്ളതാണ്, ലാൻഡ് എല്ലാം ഗവൺമെന്റിനാണ്. നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാം. ഇത് ഇൻജസ്റ്റിസ് ആണോ? നീതിയാണോ അനീതിയാണോ? ഇത് അനീതിയാണ്. പക്ഷേ ദൈവത്തിനനുസരിച്ച് മൗണ്ട് കാർമല് നിയമപരമായിട്ട് അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ എന്തെങ്കിലും അവകാശം ഉണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ അതിനൊരു അവകാശം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? അതനുസരിക്കണം. അത് ദൈവം അനുവദിച്ചിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു കണക്ക് കൂട്ടൽ അതിന് പുറകിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം,
ഈ റോമാലേഖനം എഴുതുമ്പോൾ അന്നത്തെ ചക്രവർത്തി നീറോ ചക്രവർത്തിയാണ്. കിരാതനായ, അധമനായ, ക്രൂരനായ നീറോ ഭരിക്കുന്ന ഒരു ഭരണത്തിന്റെ കീഴിൽ ഇരുന്നാണ് പൗലോസ് എഴുതുന്നത്. നിങ്ങളെല്ലാം മാനുഷിക അധികാരങ്ങൾക്കും വിധേയരായിരിക്കണം. എന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല. ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല. നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ്. ചെയ്യുന്നവർക്കല്ല, ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവർക്കാണ് അധികാരികൾ ഭീഷണിയായിരിക്കുന്നത്. അടുത്ത വാക്യം ഞാൻ ഒരിക്കലും ഈ കാർ ഓടിച്ച് പോവാണ്, ഒത്തിരി വർഷമായി. അപ്പൊ എൻ്റെ ഒരു പഴയ കാറാണ്. അപ്പൊ ആ കാറില് അതിന്റെ സീറ്റ് ബെൽറ്റ് ഇട്ടാല് ബെൽറ്റ് ഇട്ടാൽ നമ്മുടെ ഉൾപ്പെല്ലാം എടുക്കാവും. അങ്ങനത്തെ കാറാണത്. പക്ഷെ എന്നാലും ഞാൻ ബെൽറ്റ് ഇട്ടു. കാരണം അവിടെ എല്ലാം പോലീസൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച്, പോലീസ് പിടിക്കാൻ പാടില്ലല്ലോ ഓർത്ത് തന്നെ ഞാൻ ബെൽറ്റ് ഇട്ടു. അപകടമൊന്നും ഉണ്ടാവാതിരിക്കാനല്ല, പോലീസ് പിടിക്കലുണ്ടോ ഓർത്ത് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് ഞാൻ പോയി. അപ്പൊ എന്നെ പോലീസ് തടഞ്ഞു നിർത്തിയിട്ട് ഞാൻ വെളിയിലേക്ക് ഇറങ്ങി ചെന്നപ്പോ വേറെ ഓട്ടോറിക്ഷക്കാരനെ അവിടെ നിർത്തിയിട്ടുണ്ട്, ഞാനും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് സാർ എന്താണ്? അപ്പൊ എന്നോട് പറഞ്ഞു സീറ്റ് ബെൽറ്റ് ഇടാത്തതിന് വെള്ളയെടുത്തിട്ട് പാപ്പ. ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ട് ഞാൻ ഇട്ടിരുന്നതാണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറയുകയാണ് ഇല്ല സീറ്റ് ബെൽറ്റ് ഇട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു നോക്കൂ, ഞാനൊരു പുരോഹിതനാണ്, എനിക്ക് 100 രൂപയ്ക്ക് വേണ്ടി കള്ളം പറയേണ്ട കാര്യമില്ല. സാറിന് വേണേ 200 രൂപ ഞാൻ ഫ്രീ ആയിട്ട് തരാം. എനിക്ക് 100 രൂപയ്ക്ക് വേണ്ടി ഞാൻ നുണ പറയില്ല, ഞാനൊരു പുരോഹിതനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇല്ല ഞാൻ കണ്ടതാണ്, ബെൽറ്റ് ഇട്ടില്ല. അപ്പൊ എന്റെ അടുത്ത് നിന്ന് ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു സാറേ ബെൽറ്റ് ഇട്ടതാണ്, അദ്ദേഹം പാടം പറഞ്ഞു. അപ്പോ പോലീസ് എന്നോട് പറഞ്ഞു നിങ്ങൾ പോക്കോളൂ, നീ ഇവിടെ നിൽക്കാൻ പറഞ്ഞു. പാവം എന്റെ പൈസയും കൂടെ അവന്റെ മാറ്റാണ്. അപ്പോ നമുക്ക് അധികാരിയെ പേടിക്കാതെ കഴിയണമെങ്കിൽ നിയമം എനിക്ക് പോലീസിന്റെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് പേടിയില്ല. എന്താ കാരണം ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടാ പോയത്. അതേസമയം ഞാൻ ഈ സീറ്റ് ബെൽറ്റ് ഇടാതെ പോയ ഒത്തിരി സന്ദർഭമുണ്ട്. ഇപ്പോഴൊക്കെ ഫോട്ടോ വന്നിട്ടുണ്ട്, ഫോട്ടോ. അപ്പോ അതുകൊണ്ട് അധികാരിയെ പേടിക്കാതെ കഴിയണമെങ്കിൽ നിയമം അനുസരിക്കുക. എന്തെന്നാൽ അടുത്ത വാക്യം, എന്തെന്നാൽ അവൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ശുശ്രൂഷകനാണ്. എന്നാൽ നീ പ്രവർത്തിക്കുന്നെങ്കിൽ അപ്പൊ അധികാരി അഴിമതിക്കാരനാണ്, അധികാരി മോശമാണ്. ഇത് നമ്മൾ തെരഞ്ഞോണ്ടിരിക്കേണ്ട അടികൂടിയ എന്താന്നറിയാം, ഈ രാവിലെ മുതൽ ഈ വെയിലത്ത് നിൽക്കുകയാണ്, മണിക്കൂറുകൾ വെയിലത്ത് നിൽക്കുന്ന മനുഷ്യർ. അവർ വെയിലത്ത് നിന്ന് ഈ വെയിലെല്ലാം കൊണ്ട് ഇതിനെല്ലാം നിയന്ത്രിച്ചു പോകുമ്പോഴാണ് നാടൊഴുത്തിനെതിരെ വരുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോ ഞാൻ ഓർക്കാണ്, ഞാനങ്ങാണ് വരുന്നെങ്കിൽ ഒരു 5-6 വണ്ടി എടുത്തിട്ട് അടിച്ചു പൊട്ടിച്ചെന്നെ ദേഷ്യം വന്നിട്ട്. പക്ഷെ ഈ ട്രാഫിക് പോലീസുകാരൻ ഇന്നലെ ഞാൻ ഒരാളെ ശ്രദ്ധിച്ചു, പ്രായമുള്ള മനുഷ്യൻ കോവളം ജംഗ്ഷനിൽ ഇന്നലെ ഞാൻ പ്രായമുള്ള മനുഷ്യൻ ട്രാഫിക് പോലീസുകാരൻ അതേ ഇങ്ങനെ വളരെ ക്ഷമയോടെ നിന്ന് ഇങ്ങനെ, ഞാനൊക്കെ തെറ്റിച്ചാണ് കയറിപ്പോയത് എന്ന് പറഞ്ഞാൽ എനിക്ക് വഴി അറിയാൻ പാടില്ലാതെ ഞാൻ മാറിയാണ് കയറിപ്പോയത്. അപ്പോ പക്ഷെ എത്ര സമയത്തോടാണ് നിന്ന് ഇങ്ങനെ നമ്മളെയൊക്കെ തെറ്റിച്ചാണല്ലേ എന്ന് 2 വർത്തമാനം പറയേണ്ടതാണ് നമ്മളോടൊക്കെ. പക്ഷെ എത്ര സമാധാനത്തോടാണ് ഈ മനുഷ്യർ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഇനി അവരൊന്ന് ഇത്തിരി ദേഷ്യപ്പെട്ടാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ രാവിലെ മുതൽ വെയിലത്ത് നിൽക്കുകയാണ്, അവർ ചൂടെല്ലാം കൊണ്ടിട്ട് നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് അവർ ആ ഫ്രസ്ട്രേഷനിലാണ് ചിലപ്പോൾ അവർ ദേഷ്യപ്പെട്ടത്. അപ്പൊ ഞാനിങ്ങനെ എന്തോ പറഞ്ഞപ്പോ ഇത് പറഞ്ഞു, ഇത് പോലീസുകാരുടെ ഗ്രൂപ്പിലെല്ലാം വൈറലാണ്. ഏത് അവർക്ക് എന്നെ അറിഞ്ഞൂടാ. അപ്പൊ പക്ഷെ അപ്പൊ എന്നെ ഒരു പോലീസുകാരൻ കൊണ്ടുവന്നിട്ടാണ് കാണിച്ചത്, അച്ഛൻ ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഫേമസ് ആണ്, ഇത് കാണിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞത് ഇനി ഫേമസ് ആയാലോ. അതായത് നമുക്ക് ഇവരോടൊക്കെ ഇത്തരം മനുഷ്യരോട് നമുക്കുള്ള ഒരു ബഹുമാനം, ഈ ബഹുമാനം തീരെ കുറഞ്ഞൊരു സൊസൈറ്റിയാണ് കേരളം. നമുക്ക് ബഹുമാനമില്ല, പല കാരണങ്ങളുണ്ട്. നമ്മൾ മറ്റുള്ളവർ എങ്ങനെ വേണമെങ്കിലും പെരുമാറിക്കോട്ടെ, പക്ഷെ നമുക്ക് ഒരു പരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്ക് സർവീസ് ചെയ്യുന്ന ആളുകളോട് റെസ്പെക്ട് വേണം. ഉദാഹരണത്തിന് ഒരു സെക്യൂരിറ്റി ഇപ്പൊ എല്ലാ ആളുകളും ഏത് സ്ഥാപനത്തിൽ വന്നാലും ആദ്യം വന്ന് ചൂടാവുന്ന ആരോടാണ്? സെക്യൂരിറ്റികൾ വർക്ക് ചെയ്യുന്നത് അണ്ടർ ഇൻസ്ട്രക്ഷൻ ആണ്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. ഒരു സ്ഥലത്ത് നിങ്ങൾ വാഹനവുമായി ചെല്ലുമ്പോൾ ഒരു സെക്യൂരിറ്റി ഒരു റെസ്ട്രിക്ഷൻ പറഞ്ഞാൽ അത് ആ സെക്യൂരിറ്റി നടപ്പിലാക്കിയ നിയമമല്ല, അത് ആ സ്ഥാപനത്തിന്റെ നിയമമാണ്.
ആ പാവപ്പെട്ട മനുഷ്യൻ അത് എക്സിക്യൂട്ട് ചെയ്യുന്നല്ലോ. ഇനി അയാൾ അത് തെറ്റിച്ചാൽ ഈ സ്ഥാപനത്തിന്റെ ഉത്തരവാദികൾ അയാളുടെ ദേഹത്ത് കയറും, അയാളുടെ ദേഹത്ത് ദേഷ്യപ്പെടും, അയാളോട് ചൂടാവും, ചിലപ്പോൾ അയാളെ പിടിച്ചുവിടും. എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നമ്മളൊരു സ്ഥാപനത്തിലേക്ക് ചെന്ന് കയറുമ്പോൾ അവിടെയുള്ള ഈ പാവപ്പെട്ട ഇത്തരം മനുഷ്യരെ പീഡിപ്പിക്കാൻ നിൽക്കരുത്. ഞാൻ ആരാ നിനക്കറിയാം? പണ്ട് ഒരാളിങ്ങനെ പറഞ്ഞു, ഒരാളിങ്ങനെ പറഞ്ഞു, ഞാൻ ആരാരും ഇതിന്റെ ചവിട്ടിക്കൂട്ടി ഞാൻ ആറ്റിലെറിയ പിന്നെ ഒന്നും കിട്ടിയില്ല. ഇവിടെ അറിയണ്ടായി നീ ആരാധന എനിക്ക് വരില്ല, നിന്നെ അടിക്കാൻ ആറ്റിക്കളയെന്ന് പറഞ്ഞു. വരെയും വണ്ടി മനുഷ്യനാണ് പറഞ്ഞവൻ നല്ല ധൈര്യമുള്ളതായതുകൊണ്ട്. മറ്റവന്റെ കാറേ ഉള്ളൂ വലുത്, മറ്റവൻ ചെറുതാ ഓടിക്കാൻ വലിയ വണ്ടിയൊക്കെ. അപ്പൊ ഇവൻ ചെന്നിട്ട് പറഞ്ഞു, അങ്ങോട്ട് മാറ്റിയിടാൻ പറഞ്ഞപ്പോൾ നീ ഞാൻ ആരാണെന്ന് നിനക്ക് അറിയാമോ, നീ ആരായാലും അടിച്ചിരുന്ന ഞാൻ കാട്ടിക്കളയുന്നു, മാറ്റിയിടാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ സെക്യൂരിറ്റിയുള്ള ആരോഗ്യമുള്ള ആളുകളൊക്കെ ഉണ്ട്, വെറുതെ അടി മാറ്റി കിട്ടരുത്. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരെ ബഹുമാനിക്കണം എന്ന് ഞാൻ പറയുന്നത്, ബഹുമാനിക്കണം. ഈ പാവപ്പെട്ട മനുഷ്യര് 19,000 രൂപയ്ക്ക് വേണ്ടി അവരിങ്ങനെ വെയിൽ കൊണ്ട് നിൽക്കുകയാണ്. പോലീസുകാര്, ഈ ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകള് അല്ലേ, നമുക്ക് ചിലരെ കണ്ട കാര്യം വലിയ അടിക്കാൻ തോന്നും. എനിക്ക് കിഡ്നി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് കിഡ്നി സ്റ്റോൺ വന്നപ്പോഴാണ്. എനിക്ക് കിഡ്നി ഉണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു. അപ്പോ ആദ്യമായിട്ട് എനിക്ക് കിഡ്നി ഉണ്ടെന്ന് മനസ്സിലായത് ഒരു ദിവസം രാവിലെ ഞാൻ പള്ളിയിൽ കുർബാന ചെല്ലാൻ വേണ്ടി രാവിലെ പോയി അങ്ങനെ ഉടുപ്പിടാൻ തുടങ്ങിയപ്പോഴാണ് എവിടുന്നെന്ന് അറിയാൻ പാടില്ല ഒരു വേദന. ദൈവമേ ഞാൻ മരിച്ചു പോയി, അത്ര വേദന, ഭയങ്കര വേദന. നിങ്ങൾ വന്നിട്ടുണ്ടോ? കല്ല് 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 സഹോദരൻ ഞാൻ പറയുന്നത് മനസ്സിലാക്കും. എന്നെ വേദന എന്നറിയരുത്, പ്രസവ വേദന ഒന്നും ഇത്രയും വരുന്നില്ല, അങ്ങനത്തെ ഒരു വേദന. അപ്പൊ എന്ത് ചെയ്യുന്നു, ഈ ഭയങ്കര വേദന. അയ്യോ, ഞാൻ എന്റെ കൂട്ടുകാരുടെ അച്ഛനോട് പറഞ്ഞു എന്നെ ആശുപത്രി കൊണ്ടുപോയി, ഞാൻ ചിലപ്പോൾ മരിച്ചു പോകും, അത്രയ്ക്ക് വേദന. അപ്പൊ അച്ഛൻ പറഞ്ഞ 5 മിനിറ്റ് കഴിയും കുർബാന കഴിച്ചിട്ട് കുർബാന കഴിയാൻ നിൽക്കട്ടെ. എനിക്ക് അറിഞ്ഞൂടെ ഇത് കിഡ്നി സ്റ്റോൺ ആണ്, അല്ലെങ്കിൽ നമ്മുടെ പ്ലേറ്റ് ഒക്കെ എടുക്കാൻ ഞാൻ വിചാരിച്ചത് ഞാനിപ്പോ മരിച്ചു പോകുന്നതാണ്. അപ്പൊ ഏതായാലും പാവപ്പെട്ട അച്ഛൻ എന്നെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ ഈ തിരുവനന്തപുരത്തെ ഒരു ഹോസ്പിറ്റലാണ്, പേര് ഞാൻ പറയുന്നില്ല, നല്ല ഹോസ്പിറ്റലാണ്, സ്നേഹമുള്ള ഹോസ്പിറ്റൽ. പക്ഷെ എന്താ പറഞ്ഞതെന്ന് വെച്ചാല് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് ഈ കൊച്ച് എല്ലാ സ്ലോ മോഷൻ നമ്മൾ ചാവാൻ നിൽക്കണ്ട. ഞാൻ ആ കൊച്ചിനോട് ചോദിക്കണം, മോളെ വേദന കുറയാൻ വല്ല മരുന്നുണ്ടോ? അവള് പറയുന്നത് നമ്മൾ എത്ര പ്രസവം എടുത്തിരിക്കുന്നു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അവളുടെ. അവളിങ്ങനെ എല്ലാം അടി തൂക്കി. ഞാൻ എന്റെ കൂടെ അച്ഛനോട് പറഞ്ഞു വേറെ നല്ല ആശുപത്രികൾ. അപ്പൊ അതേ തന്നെ വേറൊരു ആശുപത്രി ഞാൻ ഞങ്ങൾ പോവാണ്, ഇത്രയും സ്ലോ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയല്ലേ. അപ്പൊ ചിലപ്പോ നമുക്ക് മാരകമായ വേദനയിലൊക്കെ നിൽക്കുമ്പോ ഇവരെ കൈകാര്യം നേഴ്സുമാരെ കൊണ്ട് ഓർക്കണം കേട്ടോ, മനുഷ്യൻ വേദനയിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവരെ കൈകാര്യം ചെയ്യാൻ തോന്നും. പക്ഷെ എന്നാലും എന്ത് ചെയ്യണം, അവരെ ആ കൊച്ചു രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന്, എനിക്ക് ഒറ്റ ആളെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാം ലീവ് എടുത്ത് പോയിരുന്നു. അപ്പൊ ഏതായാലും ആ കുട്ടി രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് മടുത്താണ് അവിടെ നിൽക്കുന്നത്, മനസ്സിലായോ? നമുക്ക് വേദന വന്ന രാവിലെയാണ്, നമ്മൾ ഉറങ്ങിയായിരുന്നു, അത് ഉറങ്ങിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യണം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊരു പരിഷ്കൃത സമൂഹം എന്ന നിലയിൽ നമുക്ക് സർവീസ് ചെയ്തിരുന്ന മനുഷ്യരെ ബഹുമാനിക്കാനുള്ളൊരു കടമ നമുക്ക് ഉണ്ട്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു അധ്യാപകൻ, ഞാൻ എപ്പിപനിയിൽ പറഞ്ഞത്, ഒരു അധ്യാപകൻ ക്ലാസ്സിലേക്ക് ചെന്നിട്ട് കുട്ടികളെല്ലാം മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ എല്ലാവരും ചോദിച്ചു, സാധാരണ പിള്ളേരല്ലേ വണങ്ങണ്ടേ, ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയുന്നതിന് പകരം ഇയാൾ ചെന്നിട്ട് അവരെ കൊണ്ടൊന്നും പറയുന്നില്ല, പുള്ളി അങ്ങ് വണങ്ങും. അപ്പൊ ഒരാൾ ചോദിച്ചു എന്താണ്? അപ്പൊ അങ്ങനെ പറഞ്ഞ ആർക്കറിയാം യുവമാരൊക്കെ ആരാവാൻ പോകുന്നു. ഇപ്പൊ ഇരിക്കുമ്പോ എല്ലാം ബഹുമാണ്ടി പുരണികൾ നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോ ഒരു വിലയില്ലെന്ന് തോന്നുന്നു. ഇതൊക്കെ ആരാവുമെന്ന്, ഈ ശിശു ആരായി തീരുമെന്ന് ആർക്കറിയാം. അപ്പൊ അതുകൊണ്ട് എല്ലാവരെയും ബഹുമാനത്തോടെ കാണാൻ നാച്ചുറലി നമ്മുടെ സിസ്റ്റത്തിനകത്ത് അങ്ങോട്ട് കഴിവില്ല, അതറിഞ്ഞോണം. നമുക്ക് എല്ലാവരോടും ആത്യന്തികമായിട്ടുള്ളത് പിള്ളേര് സ്റ്റാറ്റസ് ഇടുന്ന പോലെ ഫീലിംഗ് പരമ ഉച്ച.
നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് ബേസിക്കലി എല്ലാവരോടും പുച്ഛം. റോഡിൽ ഇറങ്ങിയാൽ ബാക്കി എല്ലാവരോടും പുച്ഛം, ഒരു സൊസൈറ്റിയിൽ ചെന്നാൽ ബാക്കി എല്ലാവരോടും പുച്ഛം. പക്ഷെ ആ ഒരു സംഭവം ഈ ഇൻസ്റ്റിക്റ്റ് ഇല്ല, നമ്മളത് ഡെവലപ്പ് ചെയ്തെടുക്കണം. കഴിയുന്നിടത്തോളം ആളുകളോടെല്ലാം ബഹുമാനത്തോടെ സ്നേഹത്തോടെ പെരുമാറാനുള്ള ഒരു 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 എളിമ നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുക. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് അവസാനിപ്പിക്കും. അടുത്ത വാക്യം, ആകയാൽ മനസാക്ഷിയെ മാനിച്ചും നിങ്ങൾ വിധേയത്വം പാലിക്കണം. അടുത്ത വാക്യം, നിങ്ങൾ കാരണത്താൽ തന്നെ എന്തെന്നാൽ അധികാരികൾ ഇക്കാര്യങ്ങളിൽ നിരന്തരം ശ്രദ്ധ വയ്ക്കുന്ന ദൈവ ശുശ്രൂഷകരാണ്. നികുതി അവകാശപ്പെട്ടവന് നികുതി, ചുങ്കം ടാക്സ് അവകാശപ്പെട്ടവന് ടാക്സ്, ആദരം അർഹിക്കുന്നവന് ആദരം, ബഹുമാനം നൽകേണ്ടവന് ബഹുമാനം. എപ്പോഴും അർഹിക്കുന്നവന് ആദരം, ബഹുമാനം അർഹിക്കുന്നവന് ബഹുമാനം. ഹല്ലേലൂയ. അടുത്ത വാക്യം, പരസ്പരം നമുക്ക് മനുഷ്യരോട് ഒരു കടപ്പാടും ഉണ്ടാകരുത്. ആകെ നമുക്ക് മനുഷ്യരോടുള്ള കടപ്പാട് എന്താണ്? ഈ എല്ലാവരോടും നമുക്ക് ഉണ്ടാവേണ്ടത് എന്താണ്? സ്നേഹമല്ലേ? ഞാൻ വണ്ടി ഓടിച്ച് താഴെ റോഡിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു മനുഷ്യൻ ഇങ്ങനെ തിരിച്ചു കയറി വരികയാണ്. അപ്പൊ ഞാൻ ഇയാളെ കണ്ട ഉടനെ എനിക്കൊരു കാര്യം മനസ്സിലായി, എനിക്ക് ഇയാളോട് എൻ്റെ ഉള്ളില് സ്നേഹം ഇല്ല എന്ന് മനസ്സിലായി. ഇല്ല. അപ്പൊ ഞാൻ കുറച്ച് സമയം ഉണ്ട്, തന്നെ ഉള്ളായിരുന്നു. അപ്പൊ ഞാനത് പ്രോസസ് ചെയ്യാൻ നോക്കി. എന്തുകൊണ്ടാണ് എനിക്ക് അയാളോട് സ്നേഹം? എനിക്ക് ഉള്ളിൽ അയാളെ കണ്ട ഉടനെ ഒരു സ്നേഹമില്ല. പിന്നെ ഞാൻ ഈ ഒരു ശീലത്തിന്റെ ഭാഗമാണ്. ആരെ പരിചയമുള്ളവരെ കണ്ട ഇങ്ങനെ കൈയൊന്ന് കാണിക്കുക, എല്ലാവരും വെച്ചിരിക്കും. അത് ഒരു ശീലത്തിന്റെ ഭാഗമാണ്, സ്നേഹമൊന്നും വന്നിട്ടൊന്നുമല്ല. അപ്പോൾ അതിങ്ങനെ കാണിച്ചു. പക്ഷെ അപ്പോഴും ഞാൻ അറിഞ്ഞു എൻ്റെ ഉള്ളിൽ അയാളോട് സ്നേഹമൊന്നും വന്നിട്ടില്ല. ഞാനത് പ്രോസസ് ചെയ്യണം. എന്താണ് അതിപ്പോൾ എനിക്ക് പ്രോസസ് ചെയ്ത് മനസ്സിലായി. ഞാൻ 1-2 കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞത് ഇയാള് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല. ഇയാള് അതെന്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് എൻ്റെ ഉള്ളിൽ എന്ത് വന്നില്ല. പക്ഷെ അപ്പോസ്തലൻ പറയാണ്, അയാളോട് നമുക്കൊരു കടപ്പാടുണ്ട്. എന്താ? അയാൾ നമ്മളോട് എന്ത് ചെയ്തു എന്നുള്ളതല്ല, നമുക്ക് അയാളോട് സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു കടപ്പാട്. അടുത്ത വാക്യം വായിച്ചു. അപ്പൊ നമുക്ക് സ്നേഹം ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മൾ വിചാരിക്കുകയാണ് എന്താണ്, ഇല്ല എനിക്ക് സ്നേഹമുണ്ട്. കാരണം എനിക്കറിയാം നിങ്ങൾ ഈ ഇരിപ്പ് തന്നെ എനിക്കറിയാം ഒരു 20-25 മിനിറ്റ് കൂടുതൽ എന്നെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഇത്രയും നേരമൊക്കെ ഇരിക്കുന്നില്ല, അത് ഈ പരമപോരൻ വർത്താനം കേട്ടോണ്ട് നമ്മൾ ഇത്രയും നേരമൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് തന്നെ ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യും. എനിക്ക് ഭയങ്കര സ്നേഹമാണ് നിങ്ങളുടെ. അപ്പോ ശ്രദ്ധിക്കുക, സ്നേഹിക്കുന്നവൻ എല്ലാ നിയമവും പൂർത്തീകരിച്ചു കഴിഞ്ഞു. അടുത്ത വാക്യം നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന ഒരു വാക്യത്തിൽ എല്ലാ നിയമവും സ്നേഹിക്കണം എന്ന കൽപ്പനയിൽ അടങ്ങിയിരിക്കുന്നു. അടുത്ത വാക്യം, സ്നേഹം അയൽക്കാരന് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല, അതുകൊണ്ട് നിയമത്തിന്റെ പൂർത്തീകരണം സ്നേഹമാണ്. ഇനിയൊരു വാക്യമുണ്ടോ? 13 ഉണ്ടോ? വായിക്കും. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ. ശ്രദ്ധിക്കാം, ഇനി വായിക്കാൻ പോകുന്ന വാക്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് വിശുദ്ധ അഗസ്ത്യനെ മാനസാന്തരപ്പെടുത്തിയ വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. വിശുദ്ധ അഗസ്തീനോസിനെ രൂപപ്പെടുത്തിയ വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ശ്രദ്ധിച്ചു വായിക്കാം. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ട് മണിക്കൂറാണല്ലോ ഇത്. എന്നാൽ ഇപ്പോൾ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. അടുത്ത വാക്യം, രാത്രി കഴിയാറായി, പകല് സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. ഉച്ചതി വായിക്കുക, സുഖപ്രവൃത്തിയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ നിങ്ങൾ ആയിരിക്കരുത്. അടുത്ത വാക്യം, പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങൾ
നന്മകളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. മനസ്സിലായോ? ദുർമുഖങ്ങൾ ഒത്തിരി ഉണ്ടാവാതിരിക്കാൻ ശരീരത്തെ കുറിച്ച് കൂടുതൽ ഗഹനമായ ഒരു ചിന്ത ഉണ്ടാകാതിരിക്കുവിൻ. എനിക്ക് നിന്നോടുള്ള സ്നേഹം എന്റെ ഉള്ളില് കൂട്ടി 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 തരണേ. കർത്താവിനെ കുറിച്ച് കേൾക്കും. ഞാൻ ചില ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർക്ക് ഈശോയോട് ഭയങ്കര സ്നേഹമാണ്. ഈശോയോട് ഇപ്പൊ അവരോട് പറയുകയാണ്, എന്താണ്, ഞാൻ ഇന്നലെ ഒരാള് ഒരു പ്രാർത്ഥന അഭ്യർത്ഥിച്ചു. ആ ആള് പറഞ്ഞ ഒരു വാചകം എന്നെ സ്പർശിച്ചു. ആ ആള് പറയാണ്, കഴിഞ്ഞ 10 വർഷമായിട്ട് എഴുതുന്നതാണ്. അപ്പൊ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഞാൻ എൻ്റെ ജീവിത പങ്കാളിയുടെ വളരെ വളരെ ക്രൂരമായ അവഗണന സഹിച്ച് ജീവിക്കാൻ. എന്നിട്ട് ആ ആള് എന്നോട് പറയുകയാണ്, അച്ഛൻ പ്രാർത്ഥിച്ചാൽ മതി. എന്നിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് അച്ഛന് പറ്റുമെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞില്ല, കുഴപ്പമില്ല, എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. എന്നിട്ട് അയാൾ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, അച്ഛാ ഞാൻ എന്താ ചെയ്യട്ടെ, ഞാൻ ഇയാളെ ഇട്ടിട്ട് പോട്ടെ. ഇനി അതല്ല, എന്റെ ഈശോ പറയുന്നത് ഞാൻ നിൽക്കാനാണെങ്കിൽ ഞാൻ നിൽക്കാം. ഞാൻ തീരുമാനം എടുക്കുമ്പോൾ തെറ്റാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യട്ടെ, എനിക്കൊന്ന് പറ്റുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇയാളോട് ജീവിക്കണോ? എന്നെ സ്പർശിച്ചത് അതാണ്. കർത്താവ് പറയുമെങ്കിൽ ഞാൻ ഇതിൽ തുടരും. അത് സംഭവം വളരെ രൂക്ഷമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമായ ഒരു പീഡനമല്ല ഇയാള് കടന്നു പോകുന്നത്. മനസ്സിലാവുന്നു? വലിയ ഒരു സഹനത്തിന്റെ നടുവിൽ നിന്നിട്ടാണ് ഈ സഹോദരി പറയുന്നത്. അപ്പൊ ആ സഹോദരി നമ്മൾ പറയുകയാണ്, കർത്താവ് പറയും. അപ്പൊ അതാണ് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം. ഒത്തിരി മനുഷ്യർക്ക് ഈശോയോട് ഭയങ്കര സ്നേഹമാണ്. ഈശോ പറഞ്ഞാൽ അവരെന്തും ചെയ്യും. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈശോ പറയുന്നത് അനുസരിക്കാൻ തയ്യാറുള്ള ഒരു ജനത കേരളത്തിലുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സഭയിൽ ഇപ്പോൾ നടക്കുന്ന വഴക്കുകളൊക്കെ തീർന്നേ. പറഞ്ഞ ഹല്ലേലൂയ. ഈശോ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് ആരെങ്കിലും ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് സഭയിൽ നടക്കുന്ന ഒരു വഴക്കം ഉണ്ടാവത്തില്ല. ഹല്ലേലൂയ. അപ്പോ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈശോ എന്താ ചിന്തിക്കുന്നതെന്ന് ആരും അങ്ങോട്ട് ചിന്തിക്കുന്നു. എല്ലാവർക്കും അവരവരുടെ പിടിവാശി ജയിച്ചാൽ മതി, നമ്മുടെ നിലപാട് ജയിച്ചാൽ മതി. ഇങ്ങനെ ഒരു മൊത്തത്തിൽ ഒരു വീട്ടിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധത്തിലാണെങ്കിലും ഇനി സഭയിലാണെങ്കിലും ഇടവകയിലാണെങ്കിലും എല്ലാം ഇങ്ങനെയാണ്. അതായത് നമ്മുടെ പിടിവാശി അങ്ങോട്ട് ജയിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കർത്താവ് പറയുന്നത് അനുസരിക്കാൻ പറ്റുന്ന ഒരു സ്നേഹം യേശുവിനോട് ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണം എന്ന് ഞാൻ പറയുന്നത്. അത് ഇന്ന് എനിക്ക് എന്റെ ഉള്ളില് ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യം പറയാം. ഇന്ന് കർത്താവിന്റെ സ്നേഹം സാധാരണ ദിവസങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഈ അന്തരീക്ഷത്തിൽ ഇന്നുണ്ട്. നിങ്ങൾക്കറിയാലോ, ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും പറയില്ല, പറയാത്ത ഒരാളാണ്. നിങ്ങളുടെ ജഡം ഒന്ന് കൊഴുക്കട്ടെന്ന് കരുതി ഒന്നും പറയാത്ത ഒരാളാണ് ഞാൻ. പറയരുതെന്ന് ബോധപൂർവ്വം തീരുമാനം എടുത്തിട്ടുള്ള ആളാണ് ഞാൻ. എനിക്ക് അത്രയും ഉള്ളിൽ പ്രഷർ വരുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എന്റെ ഉള്ളിൽ ഇന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റത് മുതൽ ഞാൻ അനുഭവിക്കുന്നുണ്ട്, ഇന്ന് കർത്താവിന്റെ ഒരു സ്നേഹം ഇന്നിങ്ങനെ ഉണ്ട്. ഇവിടെ അല്ല സ്നേഹം ഇങ്ങനെ എപ്പോഴും ഉണ്ട്, ഇന്ന് എപ്പോഴും ഉള്ളതിനേക്കാളും ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ആ ദൈവസ്നേഹത്തിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിച്ചോ, അത് നിങ്ങളിൽ നിറയും. ഈശോ എന്തിനാ ഈശോയുടെ സ്നേഹം അന്തരീക്ഷത്തിൽ എന്ന് വന്നേ? നിങ്ങളിൽ നിറയാൻ. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അത് ഇവിടെ വന്നേ? ഹല്ലേലൂയ. ഇപ്പൊ ഈ 3rd സാറ്റർഡേ പ്രാർത്ഥിക്കാൻ ഈ ജനം വരുമ്പോ ഒരു ദൈവസ്നേഹം ഈ അന്തരീക്ഷത്തിൽ നിറയുന്നെങ്കിൽ അത് നിങ്ങളിൽ നിറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിൽ വരുന്ന ഒരു അഭിഷേകമാണത്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈ കർത്താവിനോട് ഒരു വല്ലാത്ത ഒരു ഭ്രാന്ത് പിടിച്ച സ്നേഹം. ഞാൻ ചില മനുഷ്യരെ കണ്ടിട്ടുണ്ട്, അവരിങ്ങനെ കർത്താവിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും അവരിങ്ങനെ കണ്ണ് നിറഞ്ഞു ഒഴുകും. ഒരു സ്നേഹം വരും. ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോഴൊക്കെ എന്റെ കൂടെയുള്ള ചില മനുഷ്യർ എന്നോട് ഇങ്ങനെ പറയും, അച്ഛാ എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ കർത്താവിനെ കുറിച്ച്, അച്ഛൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ, എന്തെങ്കിലും ഒരു വചനം പറഞ്ഞേ. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒന്ന് പറയുമ്പോ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ കൂടെയുള്ള ചില മനുഷ്യര് ഇങ്ങനെ കണ്ണ് നിറഞ്ഞ് ഒഴുകുന്നത് കാണും.
അത് അവർക്കൊരു സ്നേഹമാണ് കർത്താവിനോട്. കർത്താവിനെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു കാര്യം, ഒരു സംഭവമുണ്ട് അവരുടെ ഉള്ളിൽ. അത് ദൈവം കൊടുത്ത ദാനമാണ്, അവർ ഉണ്ടാക്കിയെടുത്തല്ല. അത് കർത്താവിന്റെ കൃപയാണ്. പ്രാർത്ഥിക്കും, ഈശോ എനിക്ക് കർത്താവ് എന്ന് പറയുമ്പോൾ ഒരു സ്നേഹം നിറയുന്ന ഒരു അഭിഷേകം. അതൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റി ബിൽഡ് ചെയ്ത് വരണം. ഒത്തിരി പേര് കരയാറുണ്ട്. ചിലർ കരയുന്നത് ഉള്ളിലുള്ള സങ്കടമൊക്കെ ഉണ്ടാകും. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, അങ്ങനെ കരഞ്ഞോ, പക്ഷേ അതല്ല. അതിനപ്പുറത്ത് ഈ പരിശുദ്ധ കുർബാന എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു വല്ലാത്ത പ്രാന്ത് പിടിച്ചൊരു സ്നേഹം. ഈശോയുടെ അടുത്തൊക്കെ ഇങ്ങനെ നമുക്ക് ഇവിടെ ഒരു ആളുണ്ടായിരുന്നു. ഇപ്പൊ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് വീട്ടിലെ നിവൃത്തിയിലേക്കും കൊണ്ട് പോയതാണ്. ഞാൻ കണ്ടിട്ടുള്ളൊരു കാഴ്ച, രാവിലെ 9 ഈശോയുടെ അടുത്ത് ഇരിക്കുന്ന ഇരിപ്പ്, വൈകുന്നേരം 5 വരെ ഒരൊറ്റ ഇരിപ്പിക്കും. മനസ്സിലായോ? പിന്നെ നമ്മൾ നിർബന്ധിച്ചിട്ടാണ് ഒടുവിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകാനായിട്ട് പറഞ്ഞിട്ടാണ് പിന്നെ പോകാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത ഭ്രാന്താണ് ഇത് കർത്താവ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നില്ലേ? അപ്പൊ അവർക്കൊക്കെ ഉണ്ടാവുന്ന ചില അനുഭവങ്ങൾ നമുക്ക് സാധാരണക്കാരായ ആളുകൾക്ക് തോന്നുമ്പോൾ അതൊക്കെ ഇതൊക്കെ എന്ത് ഭ്രാന്താന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അവർക്കൊക്കെ വേറൊരു കാര്യം, നമുക്കില്ലാത്തൊരു ദൈവസ്നേഹം അവർക്കൊക്കെ. അതുകൊണ്ടാണ് അവർ ചില പ്രത്യേക രീതിയിലൊക്കെ പെരുമാറുന്നത്. നമുക്കില്ലാത്ത ഒരു കർത്താവിനോട് ഒരു ബന്ധം അവർക്ക്, ആഴം അവർക്കുണ്ട്. ഈ ലോകത്തിന് അതൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ലോകം അവരെ ഇങ്ങനെ പറ്റുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ഒരു സംഭവം അങ്ങോട്ട് പൊട്ടണമെന്ന് മനസ്സിലായോ? അങ്ങനെ ഒരു സാധനം ഇത് ഉള്ളിൽ ഇങ്ങനെ തുറന്നു. ഇതെല്ലാം വെളിയിൽ നിന്ന് ഇങ്ങനെ ഇൻജക്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വെളിയിൽ നിന്ന് എത്ര ഞാൻ പറഞ്ഞാലും നിങ്ങളുടെ അകത്ത് ഇത് ഉണ്ടാവത്തില്ല. ഇത് അകത്ത് നിന്ന് അങ്ങോട്ട് വരണം. ഒരു സംഭവം, കർത്താവിനോട് സ്നേഹം. നിങ്ങളത് ആഗ്രഹിക്കുന്നോ? അതാ ഞാൻ ചോദിക്കുന്നത്. ആഗ്രഹിക്കുന്നോ? നമ്മുടെ കർത്താവിനോട് ഒരു വലിയ സ്നേഹം. മനസ്സിലായോ? കർത്താവിനോട് ഒരു ഭയങ്കര സ്നേഹം. ആ സ്നേഹം പള്ളിയിലൊക്കെ നിൽക്കുമ്പോ അങ്ങനെ ഒരു നെഞ്ച് നിറഞ്ഞ്, അങ്ങനെ ഹൃദയം നിറഞ്ഞ്, അങ്ങനെ ഒരു അഭിഷേകം. ഹല്ലേലൂയ. അപ്പൊ അതങ്ങോട്ട് ദാഹിച്ച് പ്രാർത്ഥിക്കും. ദാഹിച്ച് കരങ്ങളുയർത്ത്, കരങ്ങളുയർത്ത്, കണ്ണടയ്ക്കും. ഇനി ആരെ ശ്രദ്ധിക്കരുത്, വർഷം തീരുന്നവരെ ആരെ ശ്രദ്ധിക്കരുത്. വിട്ടുകൊടുത്ത് ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. പരിഷ്കരിച്ച ബൈബിളുണ്ടോ? അതൊന്ന് വായിക്കാമോ? എങ്ങനെയത് നമ്മൾ വായിച്ചതാണ്. വിശ്വാസത്തിൽ വിശ്വാസത്തിൽ ബലഹീനനായവനെ, കുറച്ചുകൂടെ നല്ല വാക്ക്, വിശ്വാസത്തിൽ ബലഹീനനായവനെ സ്വീകരിക്കുമെന്ന് പറഞ്ഞ അവനെ തള്ളിക്കളയരുത്. മനസ്സിലായോ? വിശ്വാസത്തിൽ ബലക്കുറവുള്ള ആളുകളില്ലേ, അവനെ എന്ത് ചെയ്യണം? തള്ളിക്കളയരുത്. അവനെ തള്ളിക്കളയരുത്. വിശ്വാസത്തിൽ ബലമില്ലാത്തവനെ തള്ളിക്കളയരുത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? നോക്കിയേ, ഇപ്പൊ അതായത് ഇപ്പൊ പറയാം, ഇപ്പൊ മരിയ പറയാണ് എന്നോട്, അച്ഛാ എനിക്കെതിരെ അന്നോട്ട് കുടത്തം ചെയ്തു എന്ന് പറയാം. അപ്പോ എനിക്ക് അറിയാം, എനിക്ക് വിശ്വാസത്തിൽ അല്പം കൂടെ വളർന്നിട്ടുള്ള എനിക്കറിയാം എന്താ, ഒരു ദൈവവൈദ്യര് വിശ്വാസത്തിൽ വളർന്ന ഒരാളാണെങ്കിൽ
അഭിജാലും കൂടോത്രമൊന്നും ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവും ഇല്ല. വിശ്വാസത്തിൽ വളർന്ന ഒരാളാണെങ്കിൽ, വിശ്വാസത്തിൽ വളർന്ന പറഞ്ഞാൽ വിശ്വാസം വളരുന്ന ആളുടെ ഉള്ളിൽ ഭയം ഉണ്ടാവില്ല, ഭയമില്ല. അപ്പൊ അങ്ങനെ ഒരാളാണെങ്കിൽ അപ്പൊ ഞാൻ പറയുകയാണ് ഓജെ അങ്ങനൊന്നുമില്ല, പോയെ കൂടോത്രമൊന്നുമില്ല, ഇതിന്റെ ഓരോ അന്ധവിശ്വാസങ്ങൾ ഇങ്ങനെ പറഞ്ഞ് തള്ളിക്കളയരുത്. പകരം എന്ത് ചെയ്യണം? പകരം അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുകയോ അവരെ വിശ്വാസത്തിൽ വളർത്താൻ ശ്രമിക്കുകയോ ചെയ്യണം. അല്ലാതെ ഇരുന്നൊന്നും വിശ്വാസം ഇരുന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം ചുമ്മാ ചത്ത വിശ്വാസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിക്കളയരുതെന്ന് അവരെ വളർത്തിയെടുക്കണം. വിശ്വാസത്തിൽ ബലമില്ലാത്തവനെ സ്വീകരിക്കണം. അത് അടുത്ത വാക്യം. അത് അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ച് നോമ്പെടുക്കുന്നവരെ അക്സരം പഠിച്ചിരിക്കുന്ന ആരാണ്? ദുർബലൻ. കാര്യത്തെയും നമ്മൾ ഇങ്ങനെയുള്ള വാചകങ്ങൾ പറഞ്ഞ് പുച്ഛിക്കരുത്. അതായത് ഇപ്പൊ ഒരാള് ബേബിച്ചേട്ടൻ നോമ്പെടുക്കാണ്, അപ്പൊ ഞാൻ പറയാണ് ഒരിടത്തൊന്നുമില്ല കാര്യം, ബേബിച്ചേട്ടൻ ഭാര്യയോട് സ്നേഹത്തോടെ പെരുമാറുന്നതിനകത്താണ് കാര്യം എന്ന് പറഞ്ഞ് നോമ്പെടുക്കുന്നവന്റെ നോമ്പിനെ പുച്ഛിക്കരുത്. അവൻ അതൊരു വിശ്വാസത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇനി അവന് ഭാര്യയെ സ്നേഹിക്കുന്നതിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിലും അതവൻ പരിഹരിച്ചോളൂ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല. ഒരാൾ ചെയ്യുന്ന ആത്മീയ കാര്യത്തെ വേറെന്തെങ്കിലും പറഞ്ഞിട്ട് ഇങ്ങനെ തട്ടിക്കളയുന്ന ഒരു ശീലം ആത്മീയ മനുഷ്യരുടെ ഉണ്ട്. ഒരാൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു കാര്യത്തെ ഒരു വിലയില്ലാതെ ഇങ്ങനെ പറഞ്ഞു, തന്നതാണോ കാര്യം? ഇപ്പൊ ഈ ദശാംശം കൊടുക്കുന്നതിനകത്താണോ കാര്യം? മനസ്സിലായോ? അവനത് വിലയോടെ നമുക്ക് അതിനെ കുറിച്ചുള്ള പ്രബോധനം കൃത്യമായിട്ട് കൊടുക്കണം. എന്നാൽ അതേസമയം ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അവനെ എന്നെ നിസ്സാരമായിട്ട് കാണരുത്. അതാണ് പറയുന്നത്. അപ്പൊ ഒരു ഉദാഹരണം പറയാണ്, രണ്ടു കൂട്ടം ആളുകൾ ഒരു മനുഷ്യൻ ചിന്തിക്കുകയാണ് എന്ത് വേണേലും കഴിക്കാം, എന്ത് വേണേലും എല്ലാം ദൈവം തന്നാണ്, എന്ത് വേണേലും കഴിക്കാം. മനസ്സിലായോ? ഞാൻ ആത്മീയ മനുഷ്യരുടെ ഇടയിൽ രണ്ടു കൂട്ടം ആളുകളെ കണ്ടിട്ടുണ്ട്. ഞാനറിയാം. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ചില ധ്യാന ഗ്രൂപ്പുകൾ ഇങ്ങനെയാണ്, അവരൊരു ധ്യാനം എടുത്ത് തിരിച്ചു പോകുമ്പോ അവിടെ തിരിച്ചു ചെല്ലുന്നവരെ പ്രാർത്ഥനയായിരിക്കും. ചില കൂട്ടരുണ്ട് അവരെങ്ങനെയാന്ന് വെച്ചാല് അവര് ധ്യാനം ആരാധന പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോ ഒരു വർത്താനൊക്കെ പറഞ്ഞ് പ്രസിഡന്റിനോട് ചോദിച്ച് സന്തോഷമായിട്ട് പോയി വഴിയിൽ ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് ഐശ്വര്യം വാങ്ങിച്ച് നിന്ന് പോകും. രണ്ടും ആത്മീയതയാണ്. രണ്ടും എന്താ? ആത്മീയതയാണ്. ഇതിന്റെ രണ്ടിലും കേരളത്തിൽ മാതൃകകളുണ്ട്. മനസ്സിലായോ? രണ്ടിലുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു കൂട്ടരുടെ രീതി മറ്റൊരു കൂട്ടരുടെ നിന്ന് ശ്രേഷ്ഠമാണെന്ന് വിചാരിക്കരുത്. അവരെ സംബന്ധിച്ച് അതാണ് അവരുടെ വിശ്വാസത്തിൽ ശരി, ഇവരെ സംബന്ധിച്ച് ഇതാണ് ശരി. മനസ്സിലാവുന്നുണ്ടോ? കൂട്ടത്തിരിക്കുന്നതിനോട് വർത്താനം പറയുന്നതാണ് എപ്പോഴും ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് നല്ലതെന്നാണ് വേറൊരാളുടെ ശരി. പറഞ്ഞ ഹല്ലേലൂയ. വേറൊരാളുടെ ശരി എന്താണ്? നമ്മൾ എന്തെങ്കിലും ആത്മീയ കാര്യത്തിൽ പോയാൽ ഒന്നും മിണ്ടാൻ പാടില്ല, അതാണ് വേറൊരാളുടെ ശരി. ഈ മിണ്ടുന്നവൻ മിണ്ടാത്തവനെ കുറ്റം പറയാനൊന്നും പോണ്ട, അത് അവന്റെ ശരിയാണ്. അവന്റെ ആത്മീയത അങ്ങനെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഇതിനകത്ത് തിന്മയും പാപവും എല്ലാം ഉണ്ടോ നോക്കിയാൽ മതി, അതൊന്നും ഇല്ലല്ലോ. ഇത് രണ്ടും നല്ലതാണ്. അപ്പൊ ഒരു ഗ്രൂപ്പ് മനസ്സിലായി. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ നമ്മുടെ രീതി എന്താന്ന് വെച്ചാല് എല്ലാവരും സ്നേഹത്തിൽ പോകാന്നുള്ളതാണ്. അപ്പൊ സ്നേഹത്തിൽ പോകുമ്പോ എന്താ പരിപാടി? അവിടെ നമ്മൾ സ്നേഹം പോകാതിരിക്കാൻ പോകും. അതുകൊണ്ട് ഒരുപാട് കർക്കശമായ നിയമങ്ങളൊന്നും അടിച്ചേൽപ്പിക്കത്തില്ല. എന്താ കാര്യം? അതായത് അവിടുത്തെ സ്നേഹമാണ്. അവിടെ സ്നേഹം വേണമല്ലോ എല്ലാത്തിനും. മനസ്സിലായി? അവിടെ സ്നേഹത്തിൽ വേണമല്ലോ എല്ലാം പോകാൻ. ഇതൊരു ആത്മീയ കാര്യമല്ലേ? എന്നാൽ വേറെ ചില ആളുകൾ അങ്ങനെയല്ല, ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആയ നിയമങ്ങളാണ്. മനസ്സിലായ? സ്നേഹത്തിൽ പറഞ്ഞാലും വേണ്ടില്ല, അതെല്ലാം പക്ക അറിയണം. രണ്ടും നല്ലതാണ്. അപ്പൊ ഒരു കൂട്ടര് വേറൊരു കൂട്ടരെ കുറ്റം പറയേണ്ട കാര്യമില്ല. അത് അവരുടെ ശരി, ഇവരുടെ ശരി. നിങ്ങൾ എന്ത് നോക്കിയാൽ മതി? അഭിഷേകം ഉണ്ടോന്ന് നോക്കിയാണ്. പറഞ്ഞ ഹല്ലേലൂയ. ഓരോരുത്തരെയും ദൈവം പരിശീലിപ്പിക്കുന്നത് ഓരോ വിധത്തിലാണ്. സ്നാപയോഹന്നാൻ തിന്നാത്തവനും കുടിക്കാത്തവനുമായി വന്നു, ഈശോ തിന്നുന്നവനും കുടിക്കുന്നവനുമായി വന്നു. രണ്ട് ആത്മീയതയാണ്. ആണോ? ആണ്. അതുകൊണ്ട് നോമ്പെടുക്കുന്നവൻ നോമ്പെടുക്കാത്തവനെ പുച്ഛിക്കരുത്, നോമ്പെടുക്കാത്തവൻ നോമ്പെടുക്കുന്നവനെ പുച്ഛിക്കരുത്. അത് നിന്റെ ശരി, ഇതെന്റെ ശരി. സത്യത്തിന്റെ രണ്ട് മുഖം ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അതായത് ആത്മീയതയ്ക്ക് പല രീതികളുണ്ട്, പല പല വഴികളുണ്ട്. ഒരു ആത്മീയതയിൽ തന്നെ ഒരു ദൈവത്തിലേക്ക് പല വഴിയുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഒരു ആത്മീയ സ്പിരിച്വാലിറ്റിക്ക് പല റൂട്ടുണ്ട്. ചിലരുടേത് ഭയങ്കര ഭക്തി മാർഗമാണ്, ചിലരുടേത് ഭയങ്കര സ്നേഹമാർഗമാണ്. അത് പല രീതിയുണ്ട്. അപ്പൊ അത് നമ്മള് ഇപ്പൊ നോമ്പൊക്കെ എടുക്കുന്ന ആളുകളുടെ ഒരു പ്രത്യേകത എന്താണ്? നോമ്പെടുക്കാത്തവരെല്ലാം പിന്നെ ഭയങ്കര പുച്ഛമാണ്. നോമ്പെടുക്കുന്നതിനേക്കാളും വലിയ ഗമയാണ് ഇത് എടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യത്തിൽ.
ദൈവം ചെയ്തൊരു ആത്മീയ കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ആരോടും പറയരുത്. നിങ്ങൾ എന്നാ ചെയ്യുന്നതെന്ന് ഒരു മനുഷ്യനും അറിയാൻ പാടില്ല. പിന്നെ അടുക്കള വല്ലതും അറിയണമെങ്കിൽ മാത്രം, അങ്ങനെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഭക്ഷണം വേസ്റ്റാക്കാതിരിക്കാൻ പറഞ്ഞേക്കണം. അല്ലാതെ നാഴിക 40 വട്ടം എനിക്ക് ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ ഈ 25 എടുക്കുന്ന സമയത്താണ് ഒരു പ്രത്യേക അനുഭവം. എന്താണെന്നറിയാം, എന്റെ ഉദ്ദേശം നിങ്ങളെ അറിയണം ആരും എടുക്കുന്നുണ്ടോ. കർത്താവ് പറയാണ്, നിങ്ങൾ ഉപവസിക്കുന്ന സമയത്ത് തലമുടി ചെയ്യുകയും ക്ഷാമ പുരട്ടുകയും എല്ലാം ചെയ്യണം. പ്രത്യേകമായിട്ടൊക്കെ നടക്കണം. അല്ലാതെ ഉപവാസം പറഞ്ഞിട്ട് കുളിക്കാതെ നനയ്ക്കാതെ എന്താണ് സഹോദര കുളിച്ചൊന്നില്ലേ, നോമ്പായിരുന്നു നോമ്പാന്ന് പറഞ്ഞോണ്ട് വൃത്തിക്കാതെ. അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ച്, അപ്പോ ഭക്ഷിക്കുന്നവനെ വിധിക്കുകയും വരുത്, എന്തെന്നാൽ ദൈവം അവനെ സ്വീകരിച്ചിരിക്കുന്നു. അടുത്ത വാക്യം, മറ്റൊരാളുടെ സേവകനെ വിധിക്കാൻ നീ ആരാണ്? സ്വന്തം യജമാനന്റെ സന്നിധിയിലാണ് അവൻ നിൽക്കുകയോ വീഴുകയോ ചെയ്യുന്നത്. അവനെ താഴെ നിർത്താൻ യജമാനന് കഴിവുള്ളതുകൊണ്ട്. മനസ്സിലായി? പല രീതിയിലുള്ള ആത്മീയത ജീവിക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് അതിനേക്ക് വില മതിക്കുന്ന ആളാണ്. വേറൊരു വനം അയാൾ പറയണം എല്ലാ ദിവസവും നിങ്ങൾ ഈ അതിവിലാഴ്ച മാത്രമുള്ള ഭക്തി മാത്രമേ ഉള്ളൂ, ഞാൻ എല്ലാ ദിവസവും ഞാൻ ഭക്തനാണ്. വേറൊരാൾ പറയും വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. മറ്റൊരുവൻ മറ്റെല്ലാ ദിവസവും ഭക്ഷണം ഉപേക്ഷിക്കുന്നവൻ കർത്താവിന്റെ സ്തുതിക്കായി അത് ഉപേക്ഷിക്കുകയും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. അടുത്ത വാക്യം, നമ്മിൽ ആരും തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല, തനിക്ക് വേണ്ടി മാത്രം. അടുത്ത വാക്യം, നാം ജീവിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, മരിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ ജീവിച്ചാലും മരിച്ചാലും കർത്താവിനുള്ളവരാണ്. വിലപ്പെട്ട വാക്യങ്ങളാണ് ഇതിൽ. അടുത്ത വാക്യം, എന്നാൽ മരിച്ചവരുടെയും ജീവിക്കുന്നവരുടെയും കർത്താവായിരിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു മരിച്ചതും ജീവിച്ചതും. അടുത്ത വാക്യം, നീ എന്തിന് നിന്റെ സഹോദരനെ വിധിക്കുന്നു, അഥവാ നീ എന്തിന് നിന്റെ സഹോദരനെ വിധിക്കുന്നു? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കണമെന്നാല് വിധിക്കുന്നത് ദൈവമാണ്. നമ്മൾ ആരും ആ ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുക്കേണ്ട. നമ്മൾ എല്ലാവരും വിധിക്കപ്പെടാനുള്ളവരാണ്. അതുകൊണ്ട് നമ്മൾ ആരെയും വിധിക്കാൻ നിൽക്കേണ്ട. അടുത്ത വാക്യം, ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, എല്ലാ കുറ്റങ്ങളും എന്റെ മുമ്പിൽ അടങ്ങും, എല്ലാ നാവുകളും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യുമെന്ന് കർത്താവ്. കേട്ടെ, അതായത് ഒരു കാര്യം ഉറപ്പാണ്, എല്ലാ ആചരിച്ചവനും അവന്റെ മുമ്പിൽ മുട്ടുമടക്കും, ആചരിക്കാത്തവനും മുട്ടുമടക്കും. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ലോക മതങ്ങളിൽ ചരിത്ര പുരുഷന്മാരായി മത നേതാക്കന്മാരായോ മതസ്ഥാപകരായോ ലോക മതങ്ങളിൽ ആളുകൾ കാണുന്ന സകലരും ഒരിക്കലും യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കേണ്ടവരാണ്. നിങ്ങളതിനെ ചിത്ത വിളിച്ചാലും ആര് ചിത്ത വിളിച്ചാലും ഇതാണ് അതിന്റെ വാസ്തവം. ലോകത്തിൽ മതങ്ങളിലൊക്കെ വലിയ വലിയ ആളുകളില്ലേ, അവരൊക്കെ ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ആളുകളാണെങ്കിൽ, കഥയാണെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ, ചരിത്രത്തിൽ ജീവിച്ചിരുന്ന ആളുകളാണെങ്കിൽ അവരെല്ലാം ഒരിക്കലും യേശുവിന്റെ മുമ്പിൽ മുട്ടുകൾ മടങ്ങും. എല്ലാവരും ഒരിക്കൽ സമ്മതിക്കേണ്ടി വരും. കാരണം ആരാണ് ദൈവം? പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് തെറ്റായ വഴികളിലൂടെ പോകാതെ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ ഇപ്പോഴേ മുട്ടുമടക്കിയാൽ നാളെ ലജ്ജിച്ച് മുട്ടുമടക്കേണ്ടി വരില്ല, ആരാധിച്ച് മുട്ടുമടക്കാൻ പറ്റും. രണ്ട് രീതിയിൽ ഒരാളെ മുട്ടുകുത്താം കർത്താവിന്റെ മുമ്പിൽ. ഒന്ന്, നാണം കെട്ട് മുട്ടുകുത്താം ഒരിക്കലും, കാരണം അയ്യോ എനിക്ക് പറ്റിയില്ലല്ലോ എന്നോർത്ത് മുട്ടുകുത്താം. നാണം കെട്ടും ഗതി കെട്ടും മുട്ടുകുത്താം. മുട്ടുകുത്തുന്നവര് രണ്ട് രീതിയിലാണ് മുട്ടുകുത്തും. ഒന്നുകിൽ ഗതി കെട്ട് കുത്താം, അല്ലെങ്കിൽ അഭിമാനത്തോടെ അവനെ അവന്റെ പാതാരബന്ധങ്ങളെ ആരാധിച്ചുകൊണ്ട് മുട്ടുകുത്താം. ഇന്ന് അവനെ ആരാധിച്ചുകൊണ്ട് അവന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നവരെല്ലാം നാളെ അവനെ ആരാധിച്ചുകൊണ്ട് മുട്ടുകുത്തുന്നവരുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെയും വിധിക്കേണ്ട, നമ്മളെല്ലാം ഒരിക്കൽ അവന്റെ മുമ്പിൽ നിൽക്കേണ്ടവരാണ്. അടുത്ത വാക്യം, ബോധിപ്പിക്കേണ്ടി വരും, തന്മൂലം പേരിൽ നമുക്ക് പരസ്പരം വിധിക്കാതിരിക്കാം. സഹോദരൻ ഒരിക്കലും മാർഗ തടസ്സമോ ഇടർച്ചയോ സൃഷ്ടിക്കുകയില്ല എന്ന് നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുവിൻ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ.
സഹോദരൻ ഒരിക്കലും മാർഗതടസ്സമോ ഇടർച്ചയോ സൃഷ്ടിക്കുകയില്ലെന്ന് നിങ്ങൾക്കുന്നു. എന്നാൽ ഒരു വസ്തു അശുദ്ധമാണെന്ന് കരുതുന്നവര് അത് അശുദ്ധമായിരിക്കും. അടുത്ത വാക്യം, ഭക്ഷണ നിമിത്തം നിങ്ങളുടെ സഹോദരന്റെ മനസ്സ് വിഷമിക്കുന്നെങ്കിൽ ഇതിന്റെ പെരുമാറ്റം എപ്പോഴും നമ്മൾ ഓർത്തോണം. ഇപ്പൊ ചില കാര്യങ്ങൾ, ഇപ്പൊ ചില വിഗ്രഹത്തിന് പൂജിച്ച ഭക്ഷണം ആരെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായവും ദൈവോധനം പഠിച്ചതിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്, വിഗ്രഹത്തിന് പൂജിച്ചത് ഭക്ഷിക്കാൻ ബൈബിൾ അനുവദിക്കുന്നില്ല. അതിനെ ആര് റീലിട്ടാലും അനുവദിക്കുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ഏത് അച്ഛൻ റീലിട്ടാലും അത് ദൈവവചനം അനുവദിക്കുന്നില്ല. എന്ത്? വിഗ്രഹത്തിന് നേരിട്ട് പൂജിച്ച വസ്തുക്കൾ വിശ്വാസികൾ കഴിക്കരുതെന്ന് അപ്പസ്തോലന്മാര് ജെറുസലേം സുന്നതദോസ് കൂടി തീരുമാനിച്ച് വിശ്വാസികളെ അറിയിച്ച കാര്യങ്ങളിൽ ഒന്നാണ്. പറഞ്ഞേ ഹല്ലേലൂയ. വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് എന്താണ്? വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചവ ഭക്ഷിക്കാനും വ്യഭിചാരം ചെയ്യാനും അവരെ പ്രേരിപ്പിച്ച ജസബല് അവളെ ഞാൻ കഠിന ശിക്ഷയ്ക്ക് വിധേയമാക്കും എന്ന് കർത്താവിന്റെ വചനം പറയുകയാണ്. അപ്പൊ നമുക്ക് അതിനെ നിസ്സാരമാക്കിയിട്ട് കുഴപ്പമില്ല കഴിച്ചു എന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ആളുകൾ പറയുന്നത് എന്താണ്? പൗലോസ് തന്നെ പറഞ്ഞിട്ടില്ലേ, നീ എന്ത് ചെയ്യുന്നു? നീ വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച് മനസാക്ഷി കുത്തില്ലാതെ കഴിച്ചോ, കുഴപ്പമൊന്നുമില്ല, നിന്റെ സഹോദരൻ ഉറപ്പ് വരാതിരുന്നാ മതി എന്നൊക്കെ പറയുന്നൊരു ഭാഗമില്ലേ? അത് പറയുന്നത് ആ കാലഘട്ടത്തിൽ ചന്തയിൽ വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന മുഴുവൻ മാംസവും ആരാധനാലയങ്ങളിൽ നേർച്ച അർപ്പിച്ചിട്ട് വരുന്ന മാംസമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അന്ന് ചന്തയില് മാംസം നിങ്ങൾക്ക് തിന്നണമെങ്കിൽ അങ്ങനത്തെ മാംസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഭക്ഷണമായിരുന്നത് കൊണ്ട് പൗലോസ് പറയുകയാണ് എന്താണ്? ചന്തയിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്, വിൽക്കാൻ വെച്ചിരിക്കുന്നത് നിങ്ങൾ വാങ്ങുമ്പോൾ പ്രാർത്ഥന കൊണ്ട് വചനത്താൽ അത് വിശുദ്ധീകരിച്ച് നിങ്ങൾക്ക് കഴിയും. ഉദാഹരണത്തിന് തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് കേരളത്തിലേക്ക് വരുന്ന മിക്കവാറും എല്ലാ അരികളും പൂജിച്ചിട്ടാണ് അവർ വിടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അതുകൊണ്ട് ചോറിനാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ അത് എന്ത് ചെയ്യുന്നു? അത് ആശീർവദിച്ച് ഭക്ഷിക്കുന്നു. അതാണ് അവിടെയാണ് അത് ആശീർവദിച്ച് ഭക്ഷിക്കുക. അല്ലാതെ വിഗ്രഹത്തിന് നേരിട്ട് അർപ്പിച്ച ഒരു വസ്തു ഇത് കഴിച്ചില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകത്തില്ലല്ലോ, ഇത് ഭക്ഷണമൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് വിഗ്രഹത്തിന് അർപ്പിച്ച ഒരു സാധനം. അത് കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് ക്ഷീണമൊന്നും വരാൻ പോകില്ല. മാത്രമല്ല നമുക്കിത് അറിയുകയും ചെയ്യാം, ഇത് ലൈവായിട്ട് വിഗ്രഹാർപ്പിത ഭക്ഷണമാണെന്ന് അറിയുകയും ചെയ്യാം. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറയും. ഇത് നമുക്ക് അറിയുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അത് ഒഴിവാക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് അത് ഒഴിവാക്കേണ്ടത്? അത് വിഗ്രഹത്തിന് അർപ്പിച്ച ഭക്ഷണമാണെന്ന് നമുക്കും മറ്റുള്ളവർക്കും അറിയാവുന്നത് കൊണ്ട് നമുക്ക് അതിനോടൊരു മമതയുണ്ടോ? ഇല്ല. ഇനി നിങ്ങൾക്ക് അത് എന്തെങ്കിലും ഉദാഹരണത്തിന് ഒരു പായസമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ആ പായസമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, ഈ പായസം തന്നെ കുടിക്കണോ? വീട്ടിൽ വേറെ പായസം ഉണ്ടാക്കി കുടിച്ചൂടെ? ഇല്ലെങ്കിൽ വട്ടപ്പാറ ബേക്കറിയില് പായസം കിട്ടും, പോകുന്ന വഴിക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോ ഞാൻ ചോദിക്കുന്നത് ഇത് പായസമല്ലേ, ഇത് കുടിച്ചാൽ എന്താ തെറ്റ് എന്ന് ചോദിക്കുന്നതിന് പകരം എന്ത് ചെയ്യണം? പായസം വേറെ കിട്ടുമല്ലോ, അത് വാങ്ങിച്ചു കുടിക്കൂ. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? അതായത് ദുർബല മനസ്കരായ ആളുകൾ ഒരുപാട് ഈ ലോകത്തുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കരുത്. പറഞ്ഞ ഹല്ലേലൂയ. എന്റെ ഒരു ആർഗ്യുമെന്റ് ഞാൻ പറയാം. നമ്മളിങ്ങനെ ഓരോ കാര്യം കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ ഒരു കുഴപ്പം എന്താന്ന് പറയട്ടെ അതിനകത്ത്. ഇന്ന് നമ്മുടെ കുട്ടികളോട് നമ്മൾ പറഞ്ഞു വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചത് കഴിച്ചാലും കുഴപ്പമില്ല. ഇന്ന് നമ്മൾ അവരോട് പറഞ്ഞു. നാളെ അവർ പറയും അന്യമതസ്ഥരെ കല്യാണം കഴിച്ചാലും കുഴപ്പമില്ലെന്ന് പറയും. നിങ്ങൾക്ക് മനസ്സിലായോ? മറ്റന്നാൾ അവർ പറയും അന്യ മതസ്ഥരുടെ ആരാധനാലയങ്ങളിൽ പോയി പ്രാർത്ഥിച്ച് കുമ്പിട്ടാലും കുഴപ്പമില്ലെന്ന് പറയും. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഈ നാശം തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ചില കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോണം. അറിയാത്തവർക്കും പ്രബോധന ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വേണ്ടി ഞാനൊരു കാര്യം പറയുന്നു. നിങ്ങൾ വെളിപാട് പുസ്തകം വളരെ ശ്രദ്ധയോടെ വായിക്കണം. ഈ ചില കാര്യങ്ങളെ നിസാരവൽക്കരിച്ച് ഓൺലൈനിൽ, ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും റീൽസ് ഇടുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത് അറിയാമോ? കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അതായത് പ്രബോധനത്തിൽ കർത്താവ് സഹിഷ്ണുത കാണിച്ച ഒരു സഭയെ ദൈവം താക്കീത് ചെയ്തിട്ട് ഞാൻ ദീപപീഠം നീക്കിക്കളയും എന്ന് പറയുന്നുണ്ട്. ശ്രദ്ധിച്ചോണം. തെറ്റ് പഠിപ്പിക്കുന്നവര് അധികകാലം പ്രബോധന ശുശ്രൂഷയിൽ ഉണ്ടാവാൻ ദൈവം സമ്മതിക്കത്തില്ല. കാരണം എന്താ പറയുക? ഇത് വളരെ ശ്രദ്ധിച്ചോണം. എന്താ? അത് വെളിപാട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
നീ എന്ത് ചെയ്യുന്നു? നീ വ്യാജം പഠിപ്പിക്കുന്നവരെ അംഗീകരിച്ചു. വെളിപാട് പുസ്തകത്തിൽ വിശ്വാസത്തിന് വ്യത്യാസമുണ്ട്, വിശ്വാസത്തിന്റെ നിലവാരത്തിൽ. അതായത് കർത്താവ് പറയാണ്, ഈ നീ എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞുതരാം. തിയത്തീറായ വെളിപാട് പുസ്തകം 2-ാം അധ്യായം 18 മുതലുള്ള വാക്യം. തിയത്തീറായിലെ സഭയുടെ ദൂതന് എഴുതുക, അഗ്നിനാളം പോലെ പിടികളും പിച്ചള പോലെ പാദങ്ങളുമുള്ള ദൈവസുതൻ അരുളി ചെയ്യുന്നു, നിന്റെ പ്രവൃത്തികളും സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും ദീർഘമായി സകലവും ഞാൻ അറിയുന്നു. നിന്റെ അവസാനത്തെ പ്രവർത്തനങ്ങൾ ആദ്യത്തേതിനേക്കാൾ മെച്ചപ്പെട്ടവയാണ്. എങ്കിലും നിനക്കെതിരായി എനിക്കൊന്ന് പറയാനുണ്ട്. പ്രവാചകയെന്ന് അവകാശപ്പെടുകയും വ്യഭിചാരം ചെയ്യാനും വിഗ്രഹങ്ങൾ കർപ്പിച്ചവ ഭക്ഷിക്കാനും എന്റെ ദാസരെ പഠിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്ന ജസബൽ എന്ന സ്ത്രീയോട് നീ സഹിഷ്ണുത കാണിക്കുന്നു. അത് നിനക്ക് എതിരായിട്ട് എനിക്ക് പറയാനുള്ളതാണ്. അതായത് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചത് ഭക്ഷിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നവരോട് ഞാൻ വായിച്ച ബൈബിളിലെ യേശു ടോളറൻസ് കാണിക്കുന്ന ഒരാളല്ല. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കത് വിഗ്രഹത്തിന് അർപ്പിച്ചതാണെങ്കിൽ അപ്പോ ചന്തയില് ഭക്ഷണമായിട്ട് വരുന്ന കാര്യമാണ് മറ്റേ പറഞ്ഞിരിക്കുന്നത്. അനുഭാവപൂർവ്വം പറഞ്ഞിരിക്കുന്നത് വിഗ്രഹമൊന്നും അങ്ങനൊന്നും ഇല്ല, അതിന് നിങ്ങൾ മനുഷ്യന് ഉറപ്പുണ്ടാക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പറയുന്നു. വചനത്താലും പ്രാർത്ഥനയാലും എല്ലാം സ്വതയാശിത്വമായിട്ടൊന്നും ഞാൻ പറഞ്ഞു. ഞാൻ കേട്ടെ, ഇനി ഇതെങ്ങനെ ചെയ്യട്ടെ എന്നുള്ളതാണ് വിഷയം. ഇവിടെയാണ് നമുക്ക് തെറ്റുപറ്റി. അപ്പൊ ഞാൻ പറഞ്ഞത്, ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴും എനിക്ക് എന്നോട് വളരെ സ്നേഹമുള്ള, ഇപ്പോഴും സ്നേഹമാണ്, ഇപ്പോഴും ഒരവധി കിട്ടി എന്നെ കാണാൻ വരുന്നവരുണ്ട്, എന്നവര് മനസ്സിലായോ. ഞാൻ പഠിപ്പിച്ചവരുണ്ട്, പഠിച്ചവരുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഭയങ്കര സ്നേഹമാണ്. അവരൊക്കെ എനിക്ക് ചിലപ്പോ ഇങ്ങനെ കൊണ്ടുവന്ന് തരുമ്പോ ഞാൻ അവരോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താന്ന് ഞാൻ പറയാം. വളരെ ശ്രദ്ധിച്ചു കേൾക്കാം. ഞാൻ അവരോട് പറഞ്ഞുകൊണ്ടിരുന്നത്, മക്കളെ, നീ എന്നെ ഓർത്തല്ലോ അവിടെ പോയപ്പോ, നീ പ്രാർത്ഥിക്കാൻ പോയപ്പോ എന്നെ ഓർത്തല്ലോ, നന്ദിയുണ്ട് കേട്ടോ, നന്ദിയുണ്ട്. നീ എന്നെ ഓർത്തല്ലോ, എന്നോട് സ്നേഹമുണ്ടല്ലോ, നന്ദിയുണ്ട്. പക്ഷെ എനിക്ക് പ്രശ്നം അറിയാം, ഞാൻ എന്നും കുർബാന സ്വീകരിക്കുന്ന എനിക്ക് മറ്റൊരു ആരാധനാലയത്തിൽ നിന്ന് കൊണ്ടുവരുന്ന വസ്തുക്കൾ കഴിക്കാൻ അനുവാദമില്ല മക്കളെ. അതുകൊണ്ട് കഴിക്കാൻ അനുവാദമില്ല. അതുകൊണ്ടാണേ എന്ന് പറയുമ്പോൾ ഇന്ന് വരെ അതിന്റെ പേരിൽ എന്റെ സ്നേഹിതരായ ഹൈന്ദവരാരും എന്നെ വെറുത്തിട്ടില്ലെന്ന് മാത്രമല്ല, അവർക്ക് എന്നോട് ബഹുമാനം കൂടിയിട്ടേ ഉള്ളൂ. ഞാൻ പറയട്ടെ, എന്റെ ആർഗ്യുമെന്റ് ഞാൻ പറയാം. മുസ്ലിം സഹോദരങ്ങള് പന്നി മാംസം കഴിക്കില്ല. എനിക്കൊരു സ്നേഹിതനായ മുസ്ലിം സഹോദരൻ ഉണ്ടെന്നിരിക്കട്ടെ, ഞാൻ പന്നിയിറച്ചി കഴിക്കുമ്പോൾ ഞാൻ പോർക്ക് വിളമ്പട്ടെ ചോദിച്ചാൽ അദ്ദേഹം വേണ്ടാന്ന് പറയും. വേണ്ടാന്ന് പറയുമ്പോൾ ആ പോർക്ക് വേണ്ടാന്ന് പറഞ്ഞ മുസ്ലിം സഹോദരനോട് എനിക്ക് ബഹുമാനമേ ഉണ്ടാവും, അല്ലാതെ എനിക്ക് എന്തെങ്കിലും അതിർത്തി ഉണ്ടാവും. ഞാൻ കഴിക്കുന്ന പോർക്ക് ഇവരെന്താ കഴിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ നമുക്ക് പറ്റുന്ന അപകടം എവിടാ? നമ്മളിത് മനുഷ്യനെ വെറുപ്പിക്കും. ഇത് പറഞ്ഞു എടുത്തോളൂ, നിങ്ങളുടെ ഞങ്ങൾ ഇതൊന്നും വേണ്ട, ഞങ്ങൾ ആരെയും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എടുത്തോളൂ. അവര് നിങ്ങളെ വെറുക്കും, എന്നെ വെറുക്കും. പാവപ്പെട്ട ഞാൻ ഒന്നും അറിയാതെ എന്നെ അവർ വെറുക്കും. ഇതൊക്കെ സ്നേഹത്തിൽ ചെയ്യണം. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? സ്നേഹത്തിൽ ചെയ്യണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് സ്നേഹത്തിൽ ചെയ്യണം. സ്നേഹത്തിൽ അതിനുള്ള പ്രൂഡൻസ്, വിവേകത്തെ ദൈവമൊക്കെ കൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കുക. കാരണം അത് അവൻ വിലപ്പെട്ടതായിട്ട് കരുതുന്ന ഒരു വിശ്വാസമാണ്, അല്ലേ? അതിനെ പോയി പുച്ഛിക്കാൻ പോലും. സ്നേഹിക്കാൻ വേണ്ടി വിശ്വാസത്തിൽ വെള്ളം ചേർക്കരുത്. സ്നേഹം വേറെ, വിശ്വാസം വേറെ. സത്യം പറയണം, അത് സ്നേഹത്തിൽ പറയണം. ഞാൻ പറയുന്നു, എന്റെ ഉദാഹരണം ഞാൻ പറയുന്നു. എനിക്ക് എത്രയോ, നിങ്ങൾ എന്റെ അടുത്ത് വാ, ഞാൻ 1 2 3 4 5 6 7 8 9 10 11 12 എത്ര ഹൈന്ദവര് എന്നെ അഗാധമായി സ്നേഹിക്കുന്നവരുണ്ട്. അവർ മതം മാറിയിട്ടൊന്നുമില്ല, അവര് മാവോയിസം കിട്ടുന്നില്ല. പക്ഷെ അവര് എന്നെയും ഞാൻ ആരാധിക്കുന്ന യേശുവിനെ വിലമതിക്കുന്നവരാണ്. അവര് പറഞ്ഞ ഹല്ലേലൂയ, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവിനെ കത്തണമെന്നാണ് എന്റെ എന്നത്തെയും ആഗ്രഹം.
ഇതൊക്കെ നമ്മൾ സ്നേഹത്തിൽ ചെയ്യണം, സ്നേഹത്തിൽ. അല്ലാതെ സ്നേഹത്തിന്റെ പേരിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചില തെറ്റായ കാര്യങ്ങൾ നമ്മുടെ തലമുറയെ പഠിപ്പിച്ചു കൊടുക്കരുത്. അത് വിദ്യാർത്ഥിയുടെ ഭക്ഷണമാണെങ്കിൽ കഴിക്കരുത്. ക്ലിയർ ആയെന്ന് വിചാരിക്കും. ക്ലിയർ ആയോ? അടുത്ത വാക്യം, അടുത്ത വാക്യം. ആ മനുഷ്യന്റെ മനസ്സ് അത് കാരണം മുറിഞ്ഞ്, അയ്യോ അച്ഛൻ പാവപ്പെട്ട ഞങ്ങളുടെ വീട്ടിൽ ഒരു ടൈല് കൂടെ പറഞ്ഞെന്ന് വെച്ചോ, ഞങ്ങൾ പാവപ്പെട്ടവരായിട്ടാണോ അച്ഛൻ കഴിക്കാത്തത്? ഇനി വേറെ എനിക്ക് സിറ്റുവേഷൻസ് ഉണ്ട്. വേറെ ട്രൈബൽസ് ഞങ്ങളുടെ സഭയിലുണ്ട്. ട്രൈബൽസ് അവര് ചോദിച്ചിട്ടുണ്ട് അച്ഛന്മാരോട്, എന്താണ് അച്ഛാ ഞങ്ങള് അയിത്തം ഉള്ളവരായതുകൊണ്ടാണോ ഞങ്ങളോട് കഴിക്കാത്തത്? അപ്പൊ അവരുടെ വീട്ടിൽ നമ്മൾ എന്നാ കഴിക്കും? നല്ല ചിക്കൻ ഫ്രൈ ഒക്കെ. മനസ്സിലായോ? അപ്പൊ ഈ പറയുന്ന കഠിന വ്രതത്തെക്കാളും വലുതാണ് അവന്റെ ഹൃദയം മുറിയാതിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നാളെ സ്വാതന്ത്ര്യമുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് അനുസരിച്ച് പറഞ്ഞു നോമ്പ് മുറിഞ്ഞാലും കുഴപ്പമില്ല, സ്നേഹമാണ് വലുത്, അതുകൊണ്ട് 2 പീസ് കിട്ടോ എന്നും പറയരുത്. ഇനി ഇതും എടുത്തോണ്ട് പോകും. ഇത് മാത്രം എടുത്തിട്ട് പോയിട്ട് നോമ്പ് മുറിക്കാം എന്ന് പഠിപ്പിക്കുന്ന വ്യാജ പ്രവാചകൻ എന്ന് പറയുന്നത് നാളെ പുതിയ വീഡിയോടെ ഞാൻ അതൊന്നും അല്ല പറഞ്ഞു. ഇങ്ങനെ പറയുന്നത് എനിക്ക് പറയാൻ പ്രശ്നമൊന്നുമില്ല. കാരണം എന്താ വെച്ചാല് അവർ മുഴുവൻ കേട്ടിട്ടില്ല. മുഴുവൻ കേൾക്കൂ. എന്റെ സ്നേഹിതനായ ഒരു വൈദികൻ എനിക്ക് ചെറിയൊരു കഷ്ണം അയച്ചു എന്നിട്ട് പറഞ്ഞു, ഡാനിയേലേ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ പറഞ്ഞു, സഹോദര അങ്ങേക്ക് സമയമുണ്ടോ 1.5 മണിക്കൂർ? അപ്പോ അദ്ദേഹം പറഞ്ഞു, ഉണ്ട്. ഞാൻ ആ മുഴുവൻ വീഡിയോ അയച്ചു കൊടുത്തു. എന്നിട്ട് അങ്ങനെ ഇത് 1.5 മണിക്കൂർ കണ്ടിട്ട് എന്നെ ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. അത് എന്നെ വിളിച്ചില്ല. കൈ കൂപ്പിയ ഒരു സാധനം മാത്രമായിരുന്നു. മനസ്സിലായി? അതായത് യു ഡോണ്ട് വാച്ച് ദ ഫുൾ വീഡിയോ. നിങ്ങളൊരു കഷ്ണം മാത്രമല്ലേ കാണുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് അതല്ല. ഏത് നിങ്ങൾ നാളെ മുതൽ സ്നേഹമാണ്. നിങ്ങളുടെ അങ്കിളിന്റെ വീട്ടിൽ ചെന്നു, അവര് പറഞ്ഞു മക്കളെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ, നീ കഴിക്കാൻ കുഴപ്പമില്ല, വരട്ട് ഞാൻ അതല്ല ഞാൻ പറഞ്ഞേ. അതല്ല, അവരോട് കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഞങ്ങൾക്ക് നോമ്പാണ്, ഇത് കഴിക്കാൻ പാടില്ല. പറഞ്ഞ ഹല്ലേലൂയ. ഞങ്ങൾ ഇങ്ങനെ ഈ ഹോട്ടലിലൊക്കെ വഴിയിൽ നിന്ന് വരുമ്പോ ഹോട്ടലിലേക്ക് കയറുമ്പോ ആളുകൾ ഇങ്ങനെ ചിക്കൻ തരട്ടെ മട്ടൻ തരട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അവരോട് പറയും ഞങ്ങൾക്ക് നോമ്പാണ്. നിന്ദിക്കപ്പെടാതിരിക്കട്ടെ. അടുത്ത വാക്യം, കാരണം ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. നീതി എന്താണെന്ന് റോമാലേഖനം പഠിച്ചവരെ ഞാൻ ഇനി പഠിപ്പിക്കത്തില്ല. നീതി, ആ നീതി ലഭിച്ചവന്റെ സമാധാനം, അവനെ പരിശുദ്ധിക്കുന്നവർ ദൈവത്തിന് സ്വീകാര്യനും മനുഷ്യർക്ക് സുസമ്മതനുമാണ്. അടുത്ത വാക്യം, സമാധാനത്തിനും പരസ്പര പ്രശ്നത്തിനും വേണ്ടി ഉതകുന്നവ നമുക്ക് അനുവർത്തിക്കാം. ഭക്ഷണത്തിന് പേരിൽ നിങ്ങൾ ദൈവത്തിന് പ്രവൃത്തി നിഷ്ഫലമാക്കരുത്. എല്ലാ വസ്തുക്കളും ശുദ്ധമാണ്, എന്നാൽ അവരുടെ വീഴ്ചയ്ക്ക് കാരണമാകത്തക്ക വിധം ഭക്ഷിക്കുന്നവന് അത് തിന്മയായി തീരുന്നു. അടുത്ത വാക്യം, മാംസം ഭക്ഷിക്കാതെയും വീഞ്ഞ് കുടിക്കാതെയും അവന്റെ സഹോദരന് പാപകാരണമാകുന്നതൊന്നും ചെയ്യാതെയും ഇരിക്കുന്നത് നല്ലത്. അടുത്ത വാക്യം, ഇക്കാര്യത്തിലാണ് നിന്റെ വിശ്വാസം. ദൈവസന്നിധിയിൽ പരീക്ഷിക്കുക. താൻ അംഗീകരിക്കുന്ന കാര്യങ്ങളിൽ മനസ്സാക്ഷി ഇഷ്ടപ്പെടുത്താത്തവൻ ഭാഗ്യവാനാണ്. സംശയത്തോടെ രക്ഷിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും. എന്നാൽ വിശ്വാസം അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. വിശ്വാസത്തിൽ നിന്നല്ലാതെ ഉത്ഭവിക്കുന്നതെല്ലാം പറഞ്ഞാല് ബോധ്യങ്ങളുടെ വെളിച്ചത്തിൽ വേണം ചെയ്യാൻ. ബോധ്യങ്ങളുടെ വെളിച്ചത്തിൽ വേണം ചെയ്യാൻ. വിശ്വാസത്തിൽ നിന്നല്ലാതെ ഉത്ഭവിക്കുന്നതെല്ലാം പാപമാണ്. അത് വിശദീകരിക്കണമെങ്കിൽ 2 മണിക്കൂർ. വിശ്വാസം, അതായത് ഒരു പ്രവൃത്തിയെ നല്ലതാക്കുന്നത് അത് വിശ്വാസത്തിൽ നിന്ന് ചെയ്യുന്ന പ്രവൃത്തിയാകുമ്പോഴാണ്. മനസ്സിലായ? ആത്മാവിലുള്ള പ്രവൃത്തിയാകുമ്പോഴാണ്. തൽക്കാലം ഇതിനെ മതി. നമുക്ക് ആരാധനയ്ക്ക് വേണ്ടി എഴുതാം. Thank you.
സാക്ഷാത്കരിക്കാം. സ്തുതിക്കുന്നു ഹല്ലേലൂയ. യേശുവിനെ വിളിച്ച് സ്തുതിക്കുന്നു ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഭാഷാവരങ്ങൾ സമൂഹത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്നു. സ്നേഹം നൽകി അനുഗ്രഹിക്കുന്നതായി വെളിപ്പെടുത്തുന്നു. പുരാതന ഗ്രന്ഥങ്ങൾ മന്ത്രവാദ ആഭിചാരത്തിന്റെ ബന്ധനങ്ങളിൽ കിടക്കുന്ന കുടുംബങ്ങൾക്ക്, പൈശാചിക ബന്ധനങ്ങളിൽ കിടക്കുന്ന കുടുംബങ്ങൾക്ക് ഈശോ ബന്ധനം അഴിച്ചുവിട്ട് അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുന്നതായി വെളിപ്പെടുത്തുന്നു. തൊലിപ്പുറത്തുള്ള സ്കിൻ ക്യാൻസർ കർത്താവ് സുഖപ്പെടുത്തുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. അയലോക്കങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളിൽ കർത്താവിന്റെ കരുണ ഒഴുകി വരുന്നതായി വെളിപ്പെടുത്തുന്നു. ഈ സമൂഹത്തിൽ കർത്താവിന്റെ തിരുരക്തം വന്ന് ഒഴുകി എല്ലാവരും അഭിഷേകം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് വെളിപ്പെടുത്തുന്നു. യേശു ക്രിസ്തുവിൻ ഒരിക്കൽ കൂടി വിളിക്കുന്നു. വിദൂരങ്ങളിലേക്ക് കർത്താവ് അഭിഷേകം വഹിക്കുന്നു. അനേക കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ ആത്മാവിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാവുന്നു. പല്ലി കടിച്ച് താഴെ വീഴുന്ന, നാക്ക് കടിക്കുന്ന അങ്ങനെയുള്ള രോഗപീഠകളെല്ലാം സൗഖ്യം പ്രാപിക്കുന്നു. അപസ്മാരങ്ങൾ സൗഖ്യം പ്രാപിക്കുന്നു. ബാംഗ്ലൂരിലുള്ള കുടുംബത്തിൽ കർത്താവ് അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുന്നതായി വെളിപ്പെടുത്തുന്നു. യേശുവിനെ ഗർഭപാത്രത്തിന് മേൽ ദൈവിക ശക്തി കടന്നു വന്ന് ഉദരത്തിൽ കർത്താവ് കുഞ്ഞിനെ നിക്ഷേപിക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. യേശുവെ, ഒരു പാലം പണിയുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിൽ അതിന് വലിയ പ്രശ്നമായി മാറിയിരിക്കുന്ന, അതിന് വലിയ കലഹം നിൽക്കുന്നു. അതൊരു തർക്കമാണ്. ആ മേഖലയിൽ കർത്താവിന്റെ ആത്മാവ് ഇടപെടുന്നതായി വെളിപ്പെടുത്തുന്നു. 4 സെന്റുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിലും പ്രതിസന്ധിയിലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വന്ന് വ്യാപരിച്ച ആ തർക്കങ്ങളിലെല്ലാം ഇതിന്റെ അരികിലേക്ക് ഓടി വരാൻ കഴിയാത്തപ്പോഴെല്ലാം കർത്താവേ, നീ എൻ്റെ അരികിലേക്ക് വന്ന് എന്നെ എടുത്തുകൊണ്ടുപോകും. കുഞ്ഞാടുകളെ തോളിലെടുത്ത് തള്ളയാടുകളെ സാവധാനം നയിക്കുന്ന എൻ്റെ സ്നേഹം എന്നെ പൊതിയണേന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, ആഴമായ ദൈവസ്നേഹം, നിങ്ങളുടെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും.
ദൈവത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഇതിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവിശ്വ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒറ്റ വരിയായിട്ട് നിൽക്കുവാൻ ശ്രദ്ധിക്കുക. ഇത് കഴിഞ്ഞാൽ പിന്നീട് മറ്റ് പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതല്ല. പ്രാർത്ഥന കഴിഞ്ഞവർ ദയവായിട്ട് പുറത്തേക്ക് പോവുക. പ്രാർത്ഥന കഴിഞ്ഞവർ പുറത്തേക്ക് പോകേണ്ടതാണ്. സൈഡിൽ നിൽക്കുന്നവർ ദയവായിട്ട് അകത്തേക്ക് കയറി വരരുത്. അവര് പുറകിലേക്ക് പോവുക. ദയവായിട്ട് ആരും എഴുന്നേറ്റ് നിൽക്കരുത്. ആര് പറയുന്നവര് മാത്രമേ എഴുന്നേറ്റ് നിൽക്കാവൂ. പുറത്തെ കസേരകളിൽ ഇരിക്കുന്നവരെല്ലാവരും തന്നെ അവിടെ ഇരിക്കുക. പറഞ്ഞേ ഉറക്കെ പറയും. പറഞ്ഞിട്ടുണ്ട്. അതെ, കർത്താവ് ഇടപെടും അല്ലേ? പ്രാർത്ഥിക്കാം. പിന്നെ വേറെ എന്നാ വിശേഷം? നിങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ലല്ലേ? ഇല്ല, പല പള്ളികളിൽ നിന്നുള്ളവരാ. പാവട്ടിപ്പള്ളിയിൽ നിന്ന് മാത്രമല്ല. അങ്ങനെ വന്നതല്ലേ? അച്ഛൻ അനൗൺസ്മെന്റ് ചെയ്യാനായിട്ട് അനുവാദം കൊടുത്തത് കൊണ്ടാണ് വാസ്തവത്തില് ഇത്രയും ആൾക്കാരായിട്ട് വരാൻ പറ്റിയത്. അത്രയും ആൾക്കാരില്ലാണ്ട് നിൽക്കണം. ഇതിപ്പോൾ ഈ വേറൊരു ടൈമില്ല. കാരണം ഇവരെല്ലാം ഈ സ്കൂളിലൊക്കെ ജോലി ചെയ്യുന്നവരും നോർത്തിൻ്റെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആയിട്ട് അവർക്ക് വേറെ ടൈം ഇല്ലാത്തതുകൊണ്ട് ഈ സമയം കൊടുക്കേണ്ടി വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്ത് വന്നാലും ഇവിടെ ഈ രണ്ടാം ശനിയാഴ്ചയുടെ തലേന്നൊക്കെ അക്കോമഡേഷൻ ഇവിടെ എല്ലാവർക്കും ഉള്ളതാണ് പൊതുവേ. ഞങ്ങൾക്ക് രണ്ടാം ശനിയാഴ്ച ഇതുപോലെ വരികയാണെങ്കിൽ രണ്ടാം ശനിയാഴ്ച രാത്രി താമസിക്കാൻ പറ്റും. പറ്റും. ആദർശ അച്ഛനോട് ഞങ്ങൾ വാട്സപ്പിലൂടെയാണ് ആശയം റെസ്പോണ്ട് ചെയ്തോളൂ. എന്നിട്ട് വന്നിട്ട് അനുഗ്രഹമായിരുന്നു തന്നെ നമുക്ക്. അതെ, തീർച്ചയായും അവിടെ അനുഗ്രഹമായിരുന്നു. ചില അസ്വസ്ഥതകൾ, മക്കളെ ഓർത്തുള്ള ആകുലത, കർത്താവ് വരുമാന മാർഗങ്ങളിലെ തകർച്ചകൾ, തടസ്സങ്ങൾ, കർത്താവ് പലതരത്തിലുള്ളവരുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങളെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവിനെ രാവും പകലും ആരാധിക്കുന്ന ഈ മണ്ണിൽ ദൈവമേ, ഈ മക്കളായിരിക്കുമ്പോൾ ഇവരെ അവിടുന്ന് ഈ രാത്രി പ്രത്യേകം അനുഗ്രഹിക്കണമേ. ഇവരുടെ ജീവിതം ഒരിക്കൽ കൂടി സഫലമായി കുറെ കൂടി ഉയർന്ന നിലവാരത്തിലേക്ക് വളരാൻ ദൈവമേ ഈ രാത്രി കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്മസിന് ഞങ്ങൾ ഒരുങ്ങുന്ന ഈ സമയത്ത് കർത്താവേ, ഇവരുടെ ജീവിതത്തിൻ്റെ ഈ നിമിഷങ്ങളിലെല്ലാം വലിയ കൃപയുടെ സമയമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ ഇവരെ നിറയ്ക്കണമേ. അങ്ങയുടെ കരം ഇവരോട് കൂടെ ഇരിക്കണമേ. അങ്ങയുടെ ശക്തി ഇവരിൽ വെളിപ്പെടണമേ. അങ്ങ് ശക്തമായ കരം ഇവരുടെ മേൽ നീട്ടണമേ. കർത്താവായ യേശുവേ, അങ്ങയുടെ കരം ഇപ്പോൾ ഇവരുടെ മേൽ വെക്കണേ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമത്തിൽ ഈ മക്കളെ അനുഗ്രഹിക്കണം. നമ്മുടെ കർത്താവിന്റെ ശാശ്വതമായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോട് കൂടെ പ്രത്യേകിച്ച് നമ്മുടെ നാളത്തെ യാത്രയുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും എന്നേക്കും. ഇവിടെ വരുമ്പോൾ ഞങ്ങളോട് 1000 ജവമാരി കരണ്ട് കൊണ്ട് തിരിച്ചിട്ട് വരാൻ പാടുള്ള മെസ്സേജ് ഉണ്ടായിരുന്നു. കയറി എല്ലാവരുടെ അടുത്തേക്ക് ചെന്ന് നിൽക്ക്. കിട്ടിയവർ മാറിക്ക് കിട്ടിയവർ മാറിക്ക്. ഇருக்கு അപ്പേക്ക് നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്. അവർ മരിച്ചതായി മാർക്കെഴുതി അവരുടെ മരണം പീഡനമായി
സ്വല്പം അങ്ങനെ. ഇതൊന്ന് പിടിക്കും. ഞാൻ പോവാം. ആ വീഡിയോ പിടിച്ചാൽ മതി. അവിടെ നിന്ന് കിട്ടില്ലേ? അവിടെ നിന്ന് വിളിച്ചു പഠിക്കണം. കിട്ടിയിട്ടില്ലേ? ആ വീഡിയോ ക്രോസിംഗ് സമയത്ത് ഞങ്ങൾ നിർത്തുമില്ലെന്നൊരു സംശയം. അതാ ഓടിപ്പോയി നോക്കിയിട്ട് വണ്ടി നിന്ന് നോക്കി. അപ്പോൾ സന്തോഷമായി. അപ്പോൾ സന്തോഷം കേട്ടോ. എല്ലാവരും കിട്ടുമോ ഈ ഇരുട്ടത്ത്? കണ്ടായിരുന്നു. ജോയിയുടെ വന്നിട്ടായിരുന്നു അവരൊക്കെ പോയി. ഓട്ടോറിക്ഷയിൽ വന്ന അവർ ട്രെയിനിൽ. അപ്പോൾ നിങ്ങളിരുന്ന് പ്രാർത്ഥിച്ചു. ശരി കേട്ടോ.